ولجميع علماء الدين اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدارين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ ബൈലക്സ് വല്ലാതെ അനുസരണക്കേട് കാണിക്കുകയും നമുക്ക് ബുറുദ ക്ലാസ് മുന്നോട്ട് തുടർന്നു കൊണ്ടുപോകാൻ പറ്റാതെ ഇടക്ക് വെച്ച് നിന്നുപോയതാണ്, നിർത്തിയതല്ല. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തെങ്കിൽ ഏതാനും വരികൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ബറക്കത്തിന് വേണ്ടി ഓതാം. 25-ാമത്തെ ബെയ്ത്ത് ചൊല്ലിക്കൊണ്ട് അതർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ലാസ്റ്റ് കയറാൻ പറ്റാത്ത നിലക്ക് ബൈലക്സ് നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നത്. അപ്പൊ അവിടെ മുതൽ തന്നെ പറഞ്ഞു വന്നത് ഒരു ഉപദേശമാണ്, വിഷയത്തിലേക്ക് കടക്കാൻ പോവാണ്. അഥവാ ബുർദ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് റഹ്മത്തുല്ലിൽ ആലമീനായ അഷ്റഫുൽ ഖൽഖ് ഹബീബ് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനമാണല്ലോ. അതിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പായി ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. അക്കൂട്ടത്തിൽ പറഞ്ഞു വന്നതാണ് അമ്മാറത്തും ബിസ്സു ആവുന്ന ശരീരത്തിനെയും മനുഷ്യന്റെ പ്രഖ്യാപിത ശത്രുവാവുന്ന പിശാചിനെയും ഒരിക്കലും വഴിപ്പെട്ടു പോകരുത്. കാരണം അവ രണ്ടും പ്രഖ്യാപിത ശത്രുക്കളാണ്. നമ്മുടെ വിജയം ഒരിക്കലും അവക്ക് ലക്ഷ്യമുണ്ടായിരിക്കില്ല. തെറ്റിലേക്ക് അവ പ്രചോദനം നൽകുമ്പോഴും വഴിപ്പെട്ടുകൂടാ എന്ന് മാത്രമല്ല, നിഷ്കളങ്കമെന്ന് തോന്നിച്ചുകൊണ്ട് നന്മയിലേക്ക് പ്രചോദനം നൽകിയാലും അതിനെ സംശയത്തോടു കൂടി വീക്ഷിക്കണം. കാരണം അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒളിച്ചു വെച്ച ദുരുദ്ദേശമുണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും പിശാചിനെയും അമ്മാറത്തും ബിസ്സു ആവുന്ന നഫ്സിനെയും വളരെ ശ്രദ്ധിക്കുകയും സംശയത്തോടുകൂടി വീക്ഷിക്കുകയും ശത്രുതാപരമായി അവയോട് പെരുമാറുകയും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ ഇതൊക്കെ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുമ്പോ ഞാനിപ്പോ എല്ലാം തികഞ്ഞ ആളായിട്ട് നിങ്ങളോട് പറയുകയാണോ? അങ്ങനെയല്ല. അതാണ് ഇനി തുടർന്ന് നമുക്ക് ഓതാനുള്ള ഭാഗം. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട കാവുമ്പടി ഉസ്താദ് ആ ഭാഗം ബർക്കത്തിനു വേണ്ടി ഒന്ന് ആലപിക്കും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. കാവുമ്പടി ഉസ്താദിന് വേണ്ടിയിട്ട് മൈക്ക് കൈമാറും. السلام عليكم ورحمة الله. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولا تطع منهما خصما ولا حكما فأنت تعرف كيد الخصم والحكم أستغفر الله من قول بلا عمل لقد نسبت به نسلا لذي عقم أمرتك الخير لكن ما ائتمرت به وما استقمت فما قولي لك استقيم ولا تزودت قبل الموت نافلة ولم أصل سوى فرض ولم أصمي
مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഞാൻ ആ ഫസ്ൽ പൂർത്തിയാക്കി ഉസ്താദേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തുത്യ മിൻഹുമ. ഇന്നലെ അർത്ഥം പറഞ്ഞതാണത്, പക്ഷേ പലർക്കും കേൾക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഇടക്ക് കട്ടായി 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞെങ്കിലും ഒന്നും കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് വീണ്ടും അതിനർത്ഥം പറയുന്നത്. നേരത്തെ പറഞ്ഞ ബൈത്തിന്റെ ആശയം തന്നെയാണത്. അതായത് വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസ്ഖിഹിമാണ്. അമ്മാറത്തും ബിസ്സു ആവുന്ന നഫ്സിനോടും ഷൈത്വാനോടും നീ എതിരാവുകയും അവയുടെ കൽപ്പനയ്ക്ക് വിപരീതം പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞതിനെ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. അതായത് വലാ തുത്യ, നീ വഴിപ്പെട്ടു പോകണ്ട. മിൻഹുമ, ഈ പിശാചിൽ നിന്നും നഫ്സ് അമ്മാറത്തും ബിസ്സു ആവുന്ന നഫ്സിൽ നിന്നുമായ സ്ഥിതിയിൽ ആരെ വഴിപ്പെടണ്ടാന്ന്? അവ ഹസ്മൻ, നിന്റെ എതിരാളിയോ പ്രതിയോഗിയോ ആകുന്ന നിലക്ക്. വലാ തുത്തി ഹസ്മൻ എന്നാ നേരെ വാക്കിന്റെ അർത്ഥം. അതിന്റെ ഇടയ്ക്ക് മിൻഹുമ എന്ന് പറഞ്ഞ ജാർ മജ്റൂർ ഹാലാണ്, ഹാലിനെ മുന്തിച്ചു കൊണ്ടുവന്നതാ. അപ്പൊ വലാ തുത്തി, നീ വഴിപ്പെട്ടു പോകണ്ട. ഹസ്മൻ, പ്രതിയോഗിയായ നിലക്കുള്ള നഫ്സിനോടോ അതല്ലെങ്കിൽ പ്രതിയോഗിയായ പിശാചിനോടോ. വലാ ഹക്കമൻ, അത് തെക്കീതിന് വേണ്ടിയിട്ടുള്ള വിധികർത്താവായ നിലക്കോ എന്ന് പറഞ്ഞാൽ ഈ നഫ്സ് തെറ്റിലേക്ക് പ്രചോദനം നൽകുമ്പോൾ അത് ഹസ്മായി, എതിരാളിയായി. പിശാച് തെറ്റിലേക്ക് പ്രചോദനം നൽകുമ്പോൾ അത് ഹസ്മായി, പ്രതിയോഗിയായി. അങ്ങനെ മനുഷ്യൻ അതിന് വഴിപ്പെട്ട് ഈ നഫ്സിന്റെയും പിശാചിന്റെയും ഉപദേശത്തിന് വഴങ്ങി തെറ്റിൽ വ്യാപൃതനായി കഴിഞ്ഞാൽ ഈ നഫ്സും ഈ പിശാചും നമ്മുടെ മേൽ വിധികർത്താക്കളായി. അപ്പൊ രണ്ടവസ്ഥ പിശാചിനുമുണ്ട്, രണ്ടവസ്ഥ നഫ്സിനുമുണ്ട്. ഒന്ന് പ്രാരംഭദശ, തെറ്റിലേക്ക് നാശത്തിലേക്ക് പ്രചോദനം നൽകി പ്രോത്സാഹനം നൽകി അതിലേക്ക് ക്ഷണിക്കുന്ന അവസ്ഥ. അപ്പോ സത്യത്തിലേക്ക് ഹൃദയം വിളിക്കുമ്പോൾ അമ്മാറത്തു ബിസ്സു ആവുന്ന നഫ്സ് തെറ്റിലേക്കാണ് വിളിക്കുന്നത്. ബുദ്ധി അഖല് നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ പിശാച് തിന്മയിലേക്കാണ് പ്രചോദനം നൽകുന്നത്. ആ നിലക്ക് എതിരാളികളാ. അങ്ങനെ എതിരാളികളായ നിലക്ക് പ്രഥമ ഘട്ടത്തിൽ തെറ്റിലേക്ക് പ്രചോദനം നഫ്സ് നൽകിയാലും പിശാച് നൽകിയാലും അവരെ വഴിപ്പെട്ടു പോകണ്ട. ഇനി അതിന് വഴിപ്പെട്ടു പോയി അങ്ങനെ തെറ്റിൽ വ്യാപൃതനായി, അങ്ങനെ വരുമ്പോൾ പിശാച് പറയുന്നതിനനുസരിച്ചൊക്കെ അനുസരിക്കുന്ന ഒരു അടിമയെ പോലെയായി. അതല്ലെങ്കിൽ ഈ അമ്മാറത്ത് ബിസ്സു ആവുന്ന നഫ്സ് കൽപ്പിക്കുന്നതൊക്കെ ചെയ്യുന്ന അടിമയെ പോലെയായി. ഈ നിലക്ക് പ്രഥമഘട്ടത്തിലോ വഴങ്ങിയതിന് ശേഷമോ രണ്ടായാലും വിധികർത്താവായ അവസ്ഥയിലും പ്രതിയോഗിയായ അവസ്ഥയിലും ഈ രണ്ടാളിൽ നിന്നിട്ടും നഫ്സിൽ നിന്നും ഷൈത്താനിൽ നിന്നിട്ടും ഹസ്മായ അവസ്ഥയിലും ഹക്കമായ അവസ്ഥയിലും നീ വഴിപ്പെടണ്ട. എന്തുകൊണ്ട്? ഫ അന്ത ഫ സബബായിട്ട്. എന്തുകൊണ്ട്? ഫ അന്ത തഅരിഫു, നീ അറിയുന്നവനാണല്ലോ. ആ നിലക്ക് നീ അറിയുന്നവനാണ് എന്നതുകൊണ്ട്. എന്തിനറിയുന്നവനാണ്? കൈദൽ ഹസ്മി, പ്രതിയോഗിയായ നഫ്സിന്റെയും ഷൈത്താന്റെയും ചതി, വൽ ഹക്കമി, വിധികർത്താവായ നഫ്സിന്റെയും പിശാചിന്റെയും ചതിയും. ഈ രണ്ടവസ്ഥയിലും പിശാചും അമ്മാറത്തും ബിസ്സു ആവുന്ന നഫ്സും നിന്റെ ശത്രുവാണ്. അതെന്ന് മാത്രമല്ല, അവർ ചതിക്കുമെന്ന് ചതിയെപ്പറ്റി അറിയുന്നതായത് കൊണ്ട് എങ്ങനെ വന്നാലും ആ ചതിയിൽ ചാടിപ്പോകും. അതുകൊണ്ട് ഒരിക്കലും പിശാചിനോ അമ്മാറത്തും ബിസ്സു ആവുന്ന നഫ്സിനോ നീ വഴിപ്പെട്ടു പോകരുത്. അത് നേരത്തെ പറഞ്ഞ 24-ാമത്തെ വെയ്ത്തിന്റെ ഏകദേശം അർത്ഥം ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു എന്നേ ഉള്ളൂടെ. വിഷയം അവിടെ തീർന്നു. ഇനി പറയാം. അപ്പൊ ഞാൻ നിങ്ങളെ ലോകരെ നിങ്ങളോട് ഒരുപാട് ഉപദേശങ്ങൾ നൽകി.
നന്നായി വഴിപ്പെട്ട് അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ട് നേരായ മാർഗത്തിൽ ജീവിച്ചു കൊള്ളണം. പിശാചിന്റെ ദുർബോധനത്തിന് വഴിപ്പെട്ടുകൊണ്ടോ അമ്മാറത്തും ബിസ്സുവാവുന്ന നഫ്സിന്റെ തടിഹവക്ക് ദേഹേച്ഛയ്ക്ക് വഴിപ്പെട്ടുകൊണ്ടോ ഒരിക്കലും ജീവിച്ചു പോകരുത്. അവര് ഗുണകാംക്ഷ ചമഞ്ഞ് നന്മ ഉപദേശിക്കുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെട്ടാൽ പോലും ശരിക്കും പ്രത്യക്ഷത്തിൽ കൊഴുപ്പ് വെച്ച് ഉള്ളിൽ വിഷം വെച്ചതുപോലെ നിന്നെ അപകടപ്പെടുത്താനാണ് അവർ. ചതിയന്മാരാണെന്നും മാത്രമല്ല നിന്റെ ശത്രുവാണെന്നും മനസ്സിലാക്കി സൂക്ഷിച്ച് ജീവിക്കണം, അവയൊക്കെ വഴിപ്പെട്ടുകൂടാ എന്നൊക്കെ പറയുമ്പോ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളൊക്കെ ഉണർത്തിയതുപോലെ ഉപദേശം എന്നത് സക്കാത്താണ്. സക്കാത്ത് കൊടുക്കൽ ആരാണ്? നിസാബ് തേഞ്ഞോനല്ലേ. സക്കാത്ത് കൊടുക്കേണ്ടത് നിസാബ് തേഞ്ഞോനാണ്. ഇത്ര സംഖ്യ കണക്ക് തികഞ്ഞെങ്കിലേ സക്കാത്തുള്ളൂ എന്നതുപോലെ മറ്റുള്ളവരോട് ഉപദേശിക്കുക എന്ന് പറയുന്നത് അവനാന്റെ നിസാബ് തികഞ്ഞിട്ടല്ലേ. അപ്പൊ ഇനി ഹളുമുൻ നഫ്സ് എന്ന നിലക്ക് സ്വശരീരത്തെ താഴ്മയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അതിന്റെ എളിമത്തരം അതല്ലെങ്കിൽ അതിന്റെ പോരായ്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഉപദേശിക്കാനൊന്നും ഞാൻ അർഹനല്ല, ഞാൻ തന്നെ ഒരുപാട് പാപം ചെയ്തവനാണ്, എങ്കിലും നമ്മളെ മദ്ഹബ് അനുസരിച്ച് മാലായുറക്കു കുല്ലുഹു ലായുറക്കു കുല്ലുഹു എന്നൊരു പൊതു തത്വമുണ്ട്. മുഴുവൻ ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ട് മുഴുവൻ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അതായത് രണ്ട് കാര്യം അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒന്ന്, അല്ലാഹു തആലാക്ക് വഴിപ്പെട്ട് ജീവിക്കണമെന്നും അവന് എതിര് ചെയ്യരുത് എന്നും കൽപ്പിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോട് നല്ലത് ചെയ്യാൻ ഉപദേശിക്കുകയും ചീത്തയെ തൊട്ട് വിരോധിക്കുകയും ചെയ്യണം എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക എന്ന് പറയുകയാണെങ്കിൽ, പൂർണ്ണമായി അനുസരിക്കണമെങ്കിൽ സ്വയം നല്ലത് ചെയ്യുകയും തെറ്റ് വെടിയുകയും ചെയ്യുകയും മറ്റുള്ളവരോട് നന്മ ചെയ്യാൻ ഉപദേശിക്കുകയും തെറ്റ് വെടിയാൻ കൽപ്പിക്കുകയും ചെയ്യണം. ഇത് പൂർണ്ണമായി ചെയ്യുന്ന മനുഷ്യനാണ് പരിപൂർണൻ. എന്ന് വെച്ച് ഇതിൽപ്പെട്ട ചിലത് ചെയ്യാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് തീരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നർത്ഥമില്ല. അഥവാ നല്ലത് ചെയ്യുന്നതിൽ ഞാൻ ഒരുപാട് വീഴ്ച വരുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ തെറ്റ് വെടിയുന്ന കാര്യത്തിലും ഞാൻ ഒരുപാട് വീഴ്ച വരുത്തിയിട്ടുണ്ട്. നല്ലത് പലതും ചെയ്യാതെ വിട്ടുപോയി, തെറ്റ് പലതും ചെയ്തുപോയി. അത് ഒരു ഭാഗമാണെങ്കിൽ എന്ന് വെച്ച് നല്ലത് ഉപദേശിക്കണ്ട എന്നോ ചീത്തയെ വിരോധിക്കണ്ട എന്നോ അതിനർത്ഥമില്ല. എന്നാ ഖുർആനിൽ പറഞ്ഞോ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. ഓ ജനങ്ങളെ, നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്തിന് നിങ്ങൾ മറ്റുള്ളവരോട് കൽപ്പിക്കാൻ പോകുന്നു? കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. നിങ്ങൾ സ്വയം ചെയ്യാത്ത കാര്യം മറ്റുള്ളവരോട് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ കുറ്റകരമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അത് പൂർണ്ണ രൂപത്തെ പറ്റിയാ പറഞ്ഞത്. ശരിക്ക് വേണ്ടത് അവനവൻ സ്വയം നന്നാവുകയും മറ്റുള്ളവരോട് നന്മ ഉപദേശിക്കുകയും ചെയ്യുക. അവനവൻ തെറ്റിനെ വെടിയുകയും മറ്റുള്ളവരോട് തെറ്റു വെടിയാൻ ഉപേക്ഷിക്കുകയും ചെയ്യുക. അതായത് ഇതിന്റെ പരിപൂർണമായ രൂപമാണ്. ഞാൻ ഏതായാലും നല്ലത് ചെയ്യുന്നില്ല, എന്നാൽ ഞാൻ ആരോടും നല്ലത് ഞാൻ കൽപ്പിക്കില്ല എന്ന് വെച്ചാൽ രണ്ട് തെറ്റായി. ഞാൻ ഏതായാലും തെറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരോട് തെറ്റ് ചെയ്യരുത് എന്ന് പറയില്ല, അപ്പൊ രണ്ട് തെറ്റായി. അതേ സമയത്ത് നല്ലത് ചെയ്യുകയും മറ്റുള്ളവരോട് കൽപ്പിക്കുകയും ചെയ്താൽ രണ്ട് നന്മയായി. ചീത്ത വെടിയുകയും ചീത്ത വെടിയാൻ വേണ്ടി മറ്റുള്ളവരോട് ഉപദേശിക്കുകയും ചെയ്താൽ രണ്ട് നന്മയായി. അതിൽപ്പെട്ട് ഒന്ന് ചെയ്തു ഒന്ന് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് പൂർണ്ണമാവില്ല എന്നല്ലാതെ ചെയ്ത് തെറ്റല്ല. അപ്പോ അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ ചെയ്യുന്നവൻ ആദ്യം നന്മ ചെയ്യുകയും തിന്മ വെടിയുകയും വേണം എന്നത് പൂർണ്ണ അവസ്ഥയാണ്. അതിന് വൈകല്യം വന്നാൽ പോലും നല്ലത് കൽപ്പിക്കുക ചീത്ത വിരോധിക്കുക എന്നത് എന്തായാലും കടമയാണ്. ഏതായാലും താൻ ഹളുമുൻ നഫ്സ് എന്ന നിലക്ക് സ്വന്തം നഫ്സിനെ എളിമപ്പെടുത്തി കാണിക്കാൻ വേണ്ടി പറയാ, വലിയ മഹാനാണ്, ഒരുപാട് സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനായ വലിയ സൂഫി വര്യനായ മഹാന്മാരുടെ തരീഖത്തും ശരീഅത്തും സ്വീകരിച്ച് വളരെ മതപരമായ ജീവിതം നയിച്ച വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ ആളുകൾ വലുതാവും തോറും അവർ കൂടുതൽ കൂടുതൽ താഴ്മ ചെയ്യുക. ആ നിലക്ക് താഴ്മ ചെയ്തുകൊണ്ട് പറയാണ്, അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിദി ഉഖ്മി. അസ്തഗ്ഫിറുല്ലാഹ്,
അല്ലാഹുവേ, നിന്നോട് ഞാൻ പൊറുക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നു. മറക്കാൻ വേണ്ടിയിട്ട് നേരെ ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം അല്ല, അഫ്വാവുമ്പോ മായ്ച്ചു കളയലാണ്. അതേ സമയത്ത് ഒഫ്രാന് മൗഫിറത്താവുമ്പോ മറച്ചു വെക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ എന്റെ ദുഷ്ചെയ്തികൾ പ്രകടമാക്കി ദുന്യാവിലും ആഖിറത്തിലും എന്നെ നീ വഷളാക്കാതെ എന്റെ അയ്ബത്തരങ്ങൾ നീ മറച്ചു തരണമേ എന്ന് ഞാൻ അല്ലാഹുവേ നിന്നോട് ഞാൻ മറക്കലിനെ തേടുന്നു. എന്തിനെ തൊട്ട്? മിൻ ഖൗലിൻ, ഞാൻ പറഞ്ഞുപോയ വാക്കുകളെ തൊട്ട്. എങ്ങനെയുള്ള വാക്കുകളാണ്? ബിലാമലിൻ, അമലില്ലാതെ. ഞാൻ നല്ലത് പറയാ, ഞാനത് ചെയ്യുന്നില്ല. നിങ്ങളോട് പറയുന്നത് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ചീത്ത ചെയ്യരുത് എന്ന് നിങ്ങളോട് പറയുന്നു, ഞാനത് ചെയ്യുന്നു. ഇങ്ങനെ സ്വയം അനുഷ്ഠിക്കാൻ കഴിയാത്ത നല്ല കാര്യങ്ങൾ അനുഷ്ഠിക്കണമേ എന്ന് നിങ്ങളോട് കൽപ്പിക്കുകയും സ്വയം തിന്മ ചെയ്തുകൊണ്ട് അത്തരം തിന്മകൾ വെടിയണേ എന്ന് നിങ്ങളോട് ഞാൻ ഉപദേശിക്കുകയും ചെയ്തല്ലോ. ഈ അമൽ ചെയ്യാതെ ഉപദേശിച്ച ഈ ഉപദേശത്തിനെ തൊട്ട് അള്ളാഹുവിനോട് ഞാൻ മഗ്ഫിറത്തിനെ തേടുന്നു. എന്തുകൊണ്ട്? അതൊരു കുറ്റാണോ? അതെ. ലഖദ് നസബ്തു, തീർച്ചയായും ഞാൻ ചേർത്തവനായി തീരും. ബിഹി, അതുകൊണ്ട്. എന്നാൽ അമൽ ചെയ്യാതെ ഉള്ള ഖൗല് പറഞ്ഞതുകൊണ്ട് ഞാൻ ചേർത്തവനായി തീരും. എന്തിന് ചേർത്ത് പറഞ്ഞവനാവും? നസ്ലൻ, സന്താനങ്ങളെ ചേർത്ത് പറഞ്ഞവനാവും. ആർക്ക്? ലിദിഉകുമി, മച്ചിയായ ആളുകൾക്ക്. ഞങ്ങളെ മലപ്പുറം ഭാഷ കേട്ടോ, മച്ചി എന്ന് പറഞ്ഞ, അതായത് സന്താനം ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ആളുകൾക്ക്. സ്ത്രീകളാണെങ്കിൽ ഗർഭധാരണ ശേഷി തീരെ ഇല്ലാത്ത സ്ത്രീകൾക്കാണ് അറ്റീബ് എന്ന് പറയാം. അതുപോലെ തന്നെ തീരെ കൗണ്ടിങ് ഇല്ലാത്ത, അതല്ലെങ്കിൽ ശുക്ല അണുക്കൾ ഇല്ലാത്ത പുരുഷനെ സംബന്ധിച്ച് അറ്റീബ് എന്ന് പറയും. അങ്ങനെ സന്താനങ്ങൾ ജനിക്കാൻ സാധ്യതയില്ലാത്ത മച്ചിയായ ആൾക്ക് മക്കളുണ്ട് എന്ന് പറയുന്നത് പോലെ അബദ്ധമാണ് അമൽ ചെയ്യാതെ ഞാൻ മറ്റുള്ളവരോട് അമലിന് വേണ്ടി ഉപദേശിക്കുക എന്ന് പറയുന്നത്. മക്കൾ തീരെ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ആൾക്ക് മക്കളുണ്ടെന്ന് പറയുന്നത് കളവാണല്ലോ, അതൊരു കുറ്റകരമാണ്. എന്നതുപോലെ സ്വയം അനുഷ്ഠിക്കാതെ ജനങ്ങളെ നിങ്ങളൊക്കെ നല്ലത് ചെയ്തോളി എന്ന് പറയുകയും ഞാൻ സ്വയം തെറ്റ് ചെയ്തുകൊണ്ട് ഈ ജനങ്ങളെ നിങ്ങളാരും തെറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത് സന്താനമില്ലാത്ത മച്ചിക്ക് സന്താനങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ കളവാണ്. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ ഈ കുറ്റം മറ്റുള്ള മുന്നിൽ വെളിപ്പെടുത്തി ദുന്യാവിലും ആഖിറത്തിലും എന്നെ നീ ഫളിഹത്താക്കാതെ എന്റെ ഐബിനെ നീ മറച്ചു വെച്ച് തരണമേ എന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ എന്താണ് കേട്? നല്ല കാര്യമല്ലേ പറഞ്ഞത്? നല്ല കാര്യമാണല്ലോ പറഞ്ഞത്. ശൈത്താന് വഴിപ്പെടരുത്, അതുപോലെ തടിഹവക്ക് വഴിപ്പെടരുത് എന്നത് നല്ല കാര്യമല്ലേ? അവക്കെതിരെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ നല്ല കാര്യമല്ലേ? അതെ. അമർത്തുക്കൽ ഖൈറ ലാകിൻ മൽതമർതു ബിഹി വമസ്തഖംതു ഫമാ ഖൗലി ലകസ്തഖിമി. അതൊക്കെ ശരിയാണ് മക്കളെ. അമർത്തുക്ക, കുട്ടി, നിന്നോട് ഞാൻ കൽപ്പിച്ചു, അൽ ഖൈറ, എല്ലാ നന്മയും ചെയ്യണേ എന്ന് ഞാൻ കൽപ്പിച്ചു. പക്ഷേ കൽപ്പിച്ചത് കൊണ്ടായില്ലല്ലോ. ലാക്കിൻ, പക്ഷേ മൽതമർതു ബിഹി, കൽപ്പിച്ച കാര്യം സ്വയം ഞാൻ അനുസരിച്ചില്ല. നിന്നോട് ചെയ്യേ എന്ന് പറയുകയും ഞാനത് ചെയ്യാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. അന്നല്ല മസ്തഖംതു, ഞാൻ നേരായ മാർഗത്തിൽ ഇസ്തിഖാമത്തിന്റെ വഴിയിൽ അള്ളാഹുവിനും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തവും തൃപ്തിയുമുള്ള കാര്യം ചെയ്യുകയും അള്ളാഹുവും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിരോധിച്ച കാര്യത്തിൽ നിന്ന് വെടിഞ്ഞു നിൽക്കലുമാവുന്ന ഇസ്തിഖാമത്ത്. ഫസ്തഖിം കമാ ഉമിർത എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹു സുമ്മ ഇസ്തഖാമൂ എന്ന് വീണ്ടും അല്ലാഹു തആല ഔലിയാക്കന്മാരെ സംബന്ധിച്ച് പ്രശംസിച്ചുകൊണ്ടും പറഞ്ഞു. ഈ ഇസ്തിഖാമത്ത് അല്ലാഹു കൽപ്പിച്ചതായ ഫർളും സുന്നത്തുമായ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും അല്ലാഹു വിരോധിച്ചതായ ഹറാമും കറാഹത്തുമായ കാര്യങ്ങൾ വെടിയുകയും ചെയ്തുകൊണ്ട് ചൊവ്വായ രീതിയിൽ ഇസ്തിഖാമത്തിന്റെ വഴിയിൽ ഞാൻ ജീവിച്ചിട്ടില്ല. അവിടെ ഒരുപാട് വീഴ്ചകൾ പറ്റിപ്പോയിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ഫമാ ഖൗലി, ഞാൻ പറയുന്നത് കൊണ്ട് എന്ത് കാര്യമിരിക്കുന്നു ലക്ക, നിന്നോട്. ഇസ്തഖിം, മോനെ, നീ ചൊവ്വിന് ജീവിക്കണേ. നീ അള്ളാഹുവിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും തൃപ്തിക്ക് വേണ്ടി
അള്ളാഹും റസൂലും ഫർദും സുന്നത്തുമായ കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ചിട്ടയോടുകൂടി അനുഷ്ഠിക്കണമെന്നും അള്ളാഹുവിന്റെയും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പൊരുത്തത്തിനു വേണ്ടി അള്ളാഹും റസൂലും വിരോധിച്ച ഹറാമും കറാത്തുമായ കാര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് ഇസ്തിഖാമത്തിന്റെ നേരായ വഴിയിൽ ജീവിക്കണേ എന്ന് ഞാൻ നിന്നോട് പറയുന്നതിന് എന്തർത്ഥമാണ് മക്കളെ ഉള്ളത്? ഫമാ ഖൗലീലക എന്ന് പറഞ്ഞ അന്വേഷണത്തിന് അർത്ഥമുള്ള ഇൻകാറാണ്. അതായത് മാ ഇസ്തിഫാമിൻ്റെതാണെങ്കിലും അവിടെ മാ ഇസ്തിഫാം ഇൻകാരിയാണ്. പിന്നെന്താ പറഞ്ഞ കാര്യം എന്നർത്ഥം. ഫമസ് ഖൗലി ലക, നിന്നോട് ഞാൻ പറഞ്ഞിട്ട് എന്താ ഉള്ളത്? ഇസ്തഖിം എന്ന്, ഞാൻ സ്വയം ഇസ്തിഖാമത്ത് ചെയ്യാതെ. അതുപോലെ തന്നെ നല്ല കാര്യം നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, പക്ഷേ ആ കൽപ്പന അനുസരിച്ച് നാം സ്വയം സൽക്രമങ്ങൾ അനുഷ്ഠിച്ചിട്ടില്ല. ആ നിലക്ക് ഞാൻ വലിയ എല്ലാം തേഞ്ഞുകൊണ്ടിട്ട് ഉസാലി ഇമാം തങ്ങൾ പറഞ്ഞതുപോലെ നിസാബ് തേഞ്ഞുകൊണ്ട് സക്കാത്ത് ചെയ്യുകയാണ് എന്ന് വിചാരിക്കണ്ട. ഉള്ളത് ജുഹുദുൽ മുഖില് എന്ന് പറയും. ഒന്നുമില്ല, സക്കാത്ത് കൊടുക്കാനൊന്നും അഹിലല്ല, അതിന് മാത്രമുള്ള സത്തുമില്ല. അന്നാന്നത്തെ ജീവിതത്തിന് വേണ്ട നിത്യച്ചെലവിന് പോലും തികയാത്ത ഫക്കീറാണ്. സ്വാലിഹായ അമലുകളൊക്കെ ഉള്ള നോക്കുമ്പോൾ ഫക്കീറാണ്. അതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങൾക്കുള്ള ചേർത്തി നോക്കുമ്പോൾ വലിയ ബാധ്യത ഉള്ളവരുമാണ്. എങ്കിലും ഉള്ളതിൽ നിന്നിട്ട് തന്നാലാവുന്നത് ചെയ്യുക എന്ന ജുഹുദുൽ മുഖില് എന്ന നിലക്ക് ഒന്നും ഉണ്ടായിട്ടല്ല. എങ്കിലും ഞാനോ ഏതായാലും മോശമായി, എന്റെ അടുക്കലോ ഒരുപാട് വീഴ്ചകൾ വന്നു, എങ്കിലും എന്റെ വാക്കുകൊണ്ട് ആരെങ്കിലും നന്നായെങ്കിലോ, എന്റെ വാക്കുകൊണ്ട് ആരെങ്കിലും സൽക്രമങ്ങൾ അനുഷ്ഠിച്ചെങ്കിലോ എന്നൊക്കെയുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തൊടുന്നു എന്ന് പറഞ്ഞിട്ട് പറയാം. വലാ തസവ്വത്തു ഖബ്ലൽ മൗതി നാഫിലതൻ വലം ഉസല്ലി സിവാ ഫർദിൻ വലം അസുമി. വലാ തസവ്വത്തു, ഞാൻ യാത്രക്ക് വേണ്ടതായ വിഭവങ്ങൾ തയ്യാർ ചെയ്തു വെച്ചിട്ടില്ല. സാദൊരുക്കാണ്. വതസവ്വദൂ ഫഇന്ന ഖൈറ സാദി തഖ്വ എന്ന് ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞോടത്ത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള തസവ്വദ. തസവ്വദ എന്ന് പറഞ്ഞാൽ യാത്രക്ക് വേണ്ടതായ ഭക്ഷണങ്ങളും മറ്റും ആവശ്യമായ യാത്ര ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് വരെ ആവശ്യമായ വഴിച്ചിലവിലേക്കുള്ള വിഭവങ്ങൾ സമാഹരിക്കുക എന്ന തസവ്വദ എന്ന് പറഞ്ഞത്. അപ്പൊ വലാ തസവ്വത്തു, പരലോക യാത്രക്ക് വേണ്ടതായ സൽക്രമങ്ങളെ കൊണ്ട് ഞാൻ വിഭവങ്ങൾ സമാഹരിച്ചു വെച്ചിട്ടില്ല. ഖബ്ലൽ മൗതി, മരണത്തിന് മുമ്പ്. ഓരോ മുഅ്മിനായ മനുഷ്യനും ചെയ്യേണ്ട ബാധ്യതയാണ്. തന്റെ മരണം എപ്പോഴാണ് വരിക എന്ന് പറയാൻ കഴിയില്ല. മരണം കഴിഞ്ഞാൽ സുദീർഘമായൊരു യാത്രയാണ് അവന്റെ മുന്നിലിരിക്കുന്നത്. ഈ യാത്രയിലേക്ക് വേണ്ട പാഥേയം, വഴിച്ചെലവ്, അത് ജീവിതകാലത്ത് സംഭരിച്ചു വെക്കണം. എങ്ങനെ? കുറ്റങ്ങൾ വെടിഞ്ഞുകൊണ്ടും സൽക്രമങ്ങൾ ഫർദും സുന്നത്തുമായ ധാരാളം സൽക്രമങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടും വിഭവങ്ങൾ സമാഹരിച്ചു കൊള്ളണം. പക്ഷേ എനിക്കതിന് സാധിച്ചിട്ടില്ല. ആഫിലത്തൻ, ഏത് നിലക്കുള്ള സാധ്? സുന്നത്താക്കപ്പെട്ട നോമ്പ്, നിസ്കാരാദി പുണ്യകർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ട് എന്റെ പരലോക യാത്രയ്ക്ക് വേണ്ടതായ വിഭവങ്ങൾ ഞാൻ സമാഹരിച്ചു വെച്ചിട്ടില്ല. ഒന്നുകൂടി തുറന്നു പറയട്ടെ. അതായത് വലം മുസല്ലി, ഞാൻ അധികം നിസ്കരിച്ചിട്ടില്ല. സിവാ ഫർദിൻ, ഫർലാക്കപ്പെട്ട നിസ്കാരം നിസ്കരിക്കലുണ്ട്. അത് പിന്നെ ബേസിക് ആണല്ലോ, അതില്ലാതെ കഴിയില്ല. എന്നാൽ അതിന്റെ മേലെ ആഖിറത്തിലെ നേട്ടത്തിന്, ഉന്നതമായ സ്ഥാനമാനങ്ങൾക്ക്, പദവികൾക്ക് നിമിത്തമാകേണ്ട സുന്നത്തായ അമലുകൾ, സുന്നത്ത് നിസ്കാരം ധാരാളമായി വർദ്ധിപ്പിച്ച് നാളെ പരലോകത്തേക്കുള്ള യാത്രയിലേക്ക് വിഭവങ്ങൾ സമാഹരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. വലം അസും, ഞാൻ സുന്നത്തായ നോമ്പുകളും ഫർളല്ലാതെ അധികമായി നോച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോ ഇത് കേട്ടാരും തെറ്റിദ്ധരിക്കണ്ട. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി കേവലം ഒരു ലോക്കൽ മനുഷ്യനാണ്. നമ്മളെ ലോക്കൽ ആളുകളൊക്കെ ചെയ്യുമ്പോൾ ഫർളൊക്കെ സംസ്കരിക്കും, എന്നാൽ റവാത്തിബ് സുന്നത്ത് പോലും ശ്രദ്ധിക്കൂല. പിന്നെയാണെങ്കിൽ തഹജ്ജുദ്, ദുഹാ പോലെയുള്ള പുണ്യകരമായ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ, അവയെ ഒന്നും ചുവടോർക്കാതെ ആ ഫർള് മാത്രം വീട്ടി, അതുപോലെ റമളാൻ വരുമ്പോൾ ഒരു നോമ്പ് വെച്ച് പിന്നെ പിറ്റത്തെ കൊല്ലത്തെ റമളാന്റെ ഇടയ്ക്ക് നോമ്പ് വെക്കാത്ത അങ്ങനെയുള്ള ലോക്കൽ ഒരു മനുഷ്യനാണ് എന്ന് വിചാരിച്ച് പോകണ്ട. മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ,
ഖുത്ബീങ്ങളിൽപ്പെട്ട മഹാനായ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മുരീദും അവിടത്തെ പ്രത്യേകമായ കറാമത്തിന്റെ ബറക്കത്ത് കൊണ്ട് വലിയ നേട്ടങ്ങൾ ലഭിച്ച മഹാനുമാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസീർ റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷെ മഹാന്മാരങ്ങനെയാണ്, ഏത് ഇൽമു കൂടും തോറും റസാനത്തിൽ പറഞ്ഞതുപോലെ റസാനത്തുൽ ഇൽമി മൻ കാനത് തുസഖിറുഹു തംശി ബിഹാ ഖാദിയം മിഖ്ദാറ അസ്ഖാരി. ഇൽമിന്റെ കനം കൂടും തോറും എന്താ ചെയ്യുക? മനുഷ്യൻ താഴ്മ ചെയ്ത് വരിക ചെയ്യുക. ഏതുപോലെ ഒരു പഴം കായ്ക്കുന്ന മരം, അതിന്റെ ചില്ലകളൊക്കെ നേരത്തെ ഉയർന്നു നിൽക്കും, പിന്നെ അതിൽ നിറയെ കായ്ക്കുകയും അത് വളർന്നു വരികയും ചെയ്യുന്നതിനനുസരിച്ച് അവയുടെ ചില്ലകൾ കീഴ്പോട്ട് താഴ്ന്നു വരും. അങ്ങനെ നിറയെ പഴങ്ങൾ കായ്ച്ച് മുഴുത്ത് വളർന്നു വന്നാൽ അതിന്റെ ചില്ലകളൊക്കെ നിലം തൊടെ താഴ്ന്നു നിൽക്കുന്നത് പോലെ ഇൽമിലും തഖ്വയിലും മുന്നേറും തോറും ഞാൻ പാവമാണ്, എനിക്കൊന്നുമില്ല, ഞാൻ ഒന്നുമില്ലാത്ത മിസ്കീനാണ്, ഫക്കീറാണ് എന്നുള്ള ബോധം തന്റെ നഫ്സിനെ സംബന്ധിച്ചുള്ള എളിമത്തരവും കുറ്റബോധവും വർദ്ധിച്ചു വരും. അപ്പൊ അതിൽ നിന്നിട്ടുള്ളതാണ് ഈ കുറ്റബോധവും. അപ്പൊ ഞാൻ ഇപ്പൊ കളവ് പറയാൻ പാടില്ലല്ലോ, ഞാൻ ഫർളല്ലാതെ സംസ്കരിച്ചിട്ടില്ല, ഞാൻ ഫർളല്ലാതെ നോമ്പ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഒരുപക്ഷെ കളവാവും. വേറെ ചില ശാരീരികങ്ങൾ തന്നെ ചിലവർ പറഞ്ഞിന്, എന്താണ് സുന്നത്തൊക്കെ നേർച്ചയാക്കല്ലേ ഇനി അപ്പൊ ഫർളാവുമല്ലോ. നോൻപ് വിൽക്കുകയാണെങ്കിൽ അതൊക്കെ നേർച്ചയാക്കും, അപ്പൊ നോമ്പ് ഫർളായ നോൻപായല്ലോ. സുന്നത്ത് സംസ്കരിക്കുകയാണെങ്കിൽ അതൊക്കെ നേർച്ചയാക്കുന്നു. അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതല്ല പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ശരിയായ അർത്ഥം എന്താന്ന് വെച്ചാൽ ഈ താഴ്മ, ഞാൻ ചെയ്യുന്നുണ്ട് എന്നല്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു എണ്ണപ്പെടാൻ പറ്റുന്നതല്ലാന്ന്. ചെയ്യാൻ ഞാനിപ്പോ എന്റെ ഒഴിവ് പോലെ കുറെ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്, മറ്റു സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കാറുണ്ട്, ഒരുപാട് സുന്നത്ത് നോമ്പുകൾ നോക്കും. അതൊന്നും ഇപ്പൊ ഒരാളെ മനുഷ്യന്റെ ഇടയിൽ പറയാം. അതായത് നാളെ റബ്ബിന്റെ ഹദറത്തിലെത്തുമ്പോ റബ്ബിന്റെ കോടതിയിൽ പരിശോധനക്ക് വിധേയമാക്കിയാൽ അവിടെ എടുക്കാൻ മാത്രമല്ല പറയാൻ പറ്റുന്ന നോമ്പ് നിസ്കാരമൊന്നും എന്റെ കയ്യിലില്ല. അത് മറ്റൊരു താഴ്മയാണ്. അതായത് ഞാൻ വളരെ പാവപ്പെട്ട ആളാണ്, എന്റെ അടുക്കൽ ഒന്നുമില്ല, പരലോക യാത്രക്ക് വേണ്ടി സുന്നത്തായ വിഭവങ്ങളൊന്നും ഞാൻ അധികം ഒരുക്കി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കുറെയൊക്കെ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു പറയാൻ പറ്റുന്നതല്ല. കാരണം അതിന്റെ കുറ്റമറ്റ സ്വീകാര്യമാകുന്ന നിലക്കുള്ള അവരായിട്ടുണ്ടോ? എന്റെ നിസ്കാരം, എന്റെ നോമ്പ് ഞാൻ അറിയാതെ എന്തെങ്കിലും വീഴ്ചകളോ പോരായ്മകളോ ഒക്കെ വന്നിട്ട് നാക്കിതാവുന്ന നാണയനോട്ടക്കാരനാവുന്ന റബ്ബിന്റെ തിരുഹദറത്തിൽ എത്തുമ്പോ അതൊക്കെ എണ്ണി പറയാൻ പറ്റുന്നത് വല്ലതും ഉണ്ടാവോ? അങ്ങനെ നോക്കുമ്പോ എന്റെ മുന്നിൽ ഒന്നുമില്ല, ഞാൻ വളരെ പാവമാണ് എന്നുള്ള സ്വയം എളിമത്തരം പ്രകടിപ്പിക്കുകയാണ്. അതേ സമയത്ത് ആള് വലിയ മഹാനായ പണ്ഡിതനും സൂഫിവര്യനും വലിയ ആബിദും മഹാനായ ഖുതുബിന്റെ മുരീദുമായ മഹാനാണ്. അപ്പൊ ഈ പറയുന്നതൊക്കെ താഴ്മ പ്രകടിപ്പിക്കുക, എളിമത്തരം പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ ഇബാദത്തൊക്കെ ഒരുപാട് വീഴ്ചകളും കുറ്റങ്ങളും കുറവുകളും ഉള്ളതാണ്, അതൊന്നും പോയി ഏട്ടിലും പാട്ടിലും വരാൻ മാത്രം ഉണ്ടാവില്ല. സംഗതി ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് കവി പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഇല്ലാത്തതിന്റെ പട്ടികയിലേ വരൂ. കാരണം അതിലൊക്കെ ഒരുപാട് പോരായ്മകളും അയ്ബുകളും ഒക്കെ വന്ന് റബ്ബിന്റെ അവറത്തിലെത്തി വിചാരണ നേരിടുന്ന സമയത്ത് എണ്ണിപ്പറയാനുണ്ടാവൂല എന്ന നിലക്കാണ് ഞാൻ ഫർളല്ലാതെ നിസ്കരിക്കുകയോ ഫർളല്ലാതെ നോമ്പ് നോൽക്കുകയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അഥവാ സുന്നത്തായ അമലുകളെ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ പാവത്തിന് കഴിഞ്ഞിട്ടില്ല, ഞാനൊരു പാവപ്പെട്ടവനാണ് എന്ന് പറയാ. ഇത് വിഷയത്തിലേക്കാണ് കടക്കാനുള്ള പ്രാരംഭമാണ്. ഏതായാലും ഇന്നലെ ഓതാത്ത് ഇന്ന് കളാ വീട്ടുക, കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാം. കാരണം മാസം ഇവിടെ 16 നമ്മളാണെങ്കിൽ ഇപ്പോഴും പണ്ട് കല്ലായിപ്പാലം വിഴുങ്ങിയിട്ടില്ല, അതിന്റെ തെല്ല് കടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴും അതിന്റെ നല്ലൊരു ഭാഗം പോലെ എത്തിയിട്ടില്ല. ഇടക്ക് അസൗകര്യങ്ങളും ഇന്നലെയൊക്കെ ആണെങ്കിൽ തീരെ പറയാൻ പറ്റാത്തതായതുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുക, പിന്നെ നീട്ടി പറയല് പിന്നീട് ആവാം. അപ്പൊ ഞാനിങ്ങനൊക്കെ മോശമാണെന്ന് മാത്രമല്ല, ഇന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിലേക്ക് പ്രവേശിക്കുന്നത്. വലം തുസുന്നത മൻ അഹ്യൽ വലാമ ഇലാ അനിസ്തഖത് ഖദമാഹു ളുറ മിൻ വറമി വസദ്ദ മിൻ സഅബിൻ അശാഅഹു വതവ تحت الحجارة كشهم مطرف الأدمي. ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്,
എനിക്ക് കാര്യമായി ഒന്നും ചെയ്യാനായില്ല. ഒരുപാട് സുന്നത്തുകൾ ചെയ്ത് ഹബീബിലേക്കും റബ്ബിലേക്കും അടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല വലംതു, ഞാൻ അനീതി ചെയ്തു പോയി. സുന്നത്തമൻ, ഒരു തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു സുന്നത്തിനോട് ഞാൻ അനീതി ചെയ്തു പോയി. എങ്ങനത്തെ ഒരു തിരു ഹബീബാണ്? അഹ്യൽ വലാമ, രാത്രിയുടെ ഇരുൾമുറ്റിയ യാമങ്ങളെ മുഴുവനും ഇബാദത്ത് കൊണ്ട് പ്രശോഭിതമാക്കിയവരാണ്. ഇവിടെ അഹ്യ എന്ന് പറഞ്ഞാൽ അനാറ എന്നാണ് അർത്ഥം വെക്കുക. കാരണം എന്താ? രാത്രിയുടെ യാമങ്ങൾ, ഇരുൾമൂടിയ യാമങ്ങളെ ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെയും ഹയാത്ത് അതിനനുസരിച്ചാണല്ലോ. ഇബാദത്ത് ചെയ്യുമ്പോൾ അത് പ്രശോഭിതമാവും. അങ്ങനെ സുന്നത്ത് നിസ്കാരം കൊണ്ട് രാത്രിയുടെ ഇരുൾമുറ്റിയ യാമങ്ങളെ പ്രഭാപൂരിതമാക്കിയ തിരുതൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ ഞാൻ ഒരു മിനിറ്റ് ശബ്ദം കേൾക്കായി ഒന്നുമില്ലല്ലോ? ഉണ്ടോ? കട്ടുണ്ടെങ്കിൽ അറിയിക്കണേ. അഹിയൽ വലാമ, ആ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയുടെ ഇരുൾമുറ്റിയ യാമങ്ങളെ സുന്നത്ത് നിസ്കാരമാവുന്ന ഇബാദത്തിന്റെ പ്രകാശം കൊണ്ട് സജീവമാക്കിയ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനോട് ഞാൻ അനീതി കാണിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് അത് പിന്തുടരാനോ അനുഷ്ഠിക്കാനോ അതുപോലെ കഴിഞ്ഞില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നല്ല, അതുപോലെ ചെയ്യാൻ എന്നോട് കഴിഞ്ഞില്ല. ഏതുവരെയാണ് എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയുടെ യാമങ്ങളെ പുണ്യമേറിയ സുന്നത്ത് നിസ്കാരമാവുന്ന ഇബാദത്തിന്റെ വെളിച്ചം കൊണ്ട് പ്രശോഭിതമാക്കിയത്? ഇലാ അനിഷ്ടക്കത്ത് കദമാഹു, അവിടുത്തെ രണ്ട് തിരുപാദങ്ങൾ ശിക്കായത്ത് പറയുന്നത് വരെ, അവലാതി ബോധിപ്പിക്കുന്നത് വരെ, സങ്കടം പറയുന്നത് വരെ. വഹാബിക്ക് പൊറുക്കലിനെ തേടുകയെന്ന് അങ്ങനെയല്ല അർത്ഥട്ടോ. പറഞ്ഞിന് സാധുക്കളിന് ബാക്കിന്റെ അർത്ഥം വെച്ചിട്ടോ പഠിച്ചിട്ടോ ഒന്നല്ല, എന്തെങ്കിലും ഒന്ന് പറയണല്ലോ എന്നുള്ള എനിക്ക് പറയാം. ഈ തെറ്റുകുറ്റങ്ങളുടെ കാര്യത്തിൽ തിരുനബിയെ, ഹബീബായ നബിയെ, അങ്ങയുടെ തിരുസവിധത്തിലേക്ക് ഞാനിതാ എന്റെ സങ്കടം ബോധിപ്പിക്കുന്നു എന്ന സങ്കടം ബോധിപ്പിക്കുക. അന്നക അനിഷ്ടക്കത്ത് കഥമാഹു, ഹബീബിന്റെ രണ്ട് തിരുപാദങ്ങളും ശിക്കായത്ത് ബോധിപ്പിച്ചു, സങ്കടം ബോധിപ്പിച്ചു. എന്തിന്? അല്ലുറ, വിഷമത്തെപ്പറ്റി. എന്തിനാൽ? മിംവറമീ, കാല് നീര് കെട്ടി വീർത്തതിനാൽ. നിന്ന് 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 രാത്രിയുടെ യാമങ്ങളിൽ ദീർഘനേരം നിന്ന് നിസ്കരിച്ചിട്ട് നിന്ന നിൽപ്പിൽ കാല് നീര് കെട്ടി വീർത്തു. അതിനെ ഈ അവസ്ഥ രണ്ടരക്കാവാം, ഹാരിയും ആവാം മക്കാലിയും ആവാം. എന്ന് പറഞ്ഞാൽ കാല് നിന്ന് നിന്ന് ദീർഘമായി നിന്ന് നിസ്കരിച്ചത് കാരണം കാലിൽ നീര് കെട്ടുന്ന ആ അവസ്ഥ തന്നെ വിളിച്ച് പറയുന്നത് പോലെ എനിക്കിനി കഴിയുന്നില്ല നബിയെ, ഹബീബായ നബിയെ, അങ്ങയുടെ ആ മഹത്തായ ഹിമ്മത്ത്, ആ ഹിമ്മത്ത് ഈ ഭൂമിയും ആകാശവും സർവചരാചരങ്ങളെയും മറികടക്കാൻ വലിയ ഹിമ്മത്താണെങ്കിലും ലൈഫായിരിക്കുന്ന ശരീരമാവുന്ന ഈ പാദത്തിന് അങ്ങയുടെ ഹിമ്മത്ത് താങ്ങാൻ എനിക്ക് കഴിയില്ല എന്ന് ഹാരിയായ എന്ന് പറഞ്ഞാൽ അവസ്ഥ അറിയിക്കുന്നതാവാം, അതല്ലെങ്കിൽ നേരിട്ട് പറയുന്നതും ആവാം. രണ്ടിനും വിരോധമില്ല. ഹാരിയാവാം മക്കാലിയാവാം. ഹാരിയാണെന്നുള്ളതാണ് കുറച്ചുകൂടി വ്യക്തം. ഏതുപോലെ എന്ന് വെച്ചാല് ബഹുമാനപ്പെട്ട മുസാലി ഇമാം റളിയല്ലാഹു തആല എന്നൊക്കെ പർവ്വതങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നു, അതുപോലെ തന്നെ കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഹാരിയാണ് മക്കാലിയല്ല എന്ന് പറഞ്ഞത്. എന്നതുപോലെ നോക്കിയാൽ പാദങ്ങള് നീർകെട്ടി വീർക്കുക എന്ന് പറയുന്ന ഈ അവസ്ഥ തന്നെ വിളിച്ചു പറയുന്നത് പോലെയാണ്. കഴിയില്ല, അങ്ങയുടെ ഹിമ്മത്തിനനുസരിച്ച് താങ്ങാൻ പാവപ്പെട്ട പാദങ്ങളാവുന്ന ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ എന്ന സങ്കടം ബോധിപ്പിക്കുന്ന അവസ്ഥയാവാം. അതല്ലെങ്കിൽ അവിടുത്തെ തിരുവാദം വാചികമായി തന്നെ സംസാരിക്കാം. നിർജീവ വസ്തുക്കള് അവിടുത്തെ ഷൽഫാക്കപ്പെട്ട തൃക്കയിൽ ചരക്കല്ലുകൾ സംസാരിച്ചില്ലേ? അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ
തളികയിൽ നിന്ന് മാത്രമല്ല, കയ്യിൽ വാരിയ ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്നത് ചുറ്റും ഇരിക്കുന്നവർ കേട്ടില്ലേ എങ്കിൽ പാകം ചെയ്ത ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്നത് കേൾക്കുമാർ തസ്ബീഹ് ചൊല്ലുകയും, അതുപോലെ തന്നെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കയ്യിൽ വാരിയ മണൽത്തരികൾ തസ്ബീഹ് ചൊല്ലുന്നത് കേൾക്കുകയും ചെയ്തിരുന്നു എങ്കിൽ അവിടുത്തെ തിരുപാദം ശിക്കായത്ത് പറയുന്നത് വാജിബുമായി തന്നെ കേൾക്കുന്നത് ബുദ്ധിപരം തന്നെയാണ്. അതിൽ അസാംഗത്യമൊന്നുമില്ല. അങ്ങനെയും വെക്കാം. എന്നാൽ ആർക്കും തർക്കമില്ല, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും. സാന്ദർഭികമായിട്ട് ആ അവസ്ഥ, ആ തടിച്ചു വീർത്ത കാല് കണ്ടാൽ പലപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണം വർദ്ധിപ്പിക്കാറായിരുന്നില്ല, അതിനെ വണ്ണം വർദ്ധിപ്പിക്കാറായിരുന്നു. ഒരിക്കൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്ന അവസ്ഥ പറയുന്നുണ്ട്. രാത്രി ഇശാ നിസ്കരിച്ചു കഴിഞ്ഞ ആളുകളൊക്കെ പിരിഞ്ഞു പോയതിനു ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ നിന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിന്റെ കൂടെ തുടർന്ന് നിസ്കരിക്കാമെന്ന ആഗ്രഹത്തോടുകൂടി മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു ഹബീബിനോട് തുടർന്ന് നിസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടുന്ന് ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ ബഖറ തുടങ്ങി. സൂറത്തുൽ ബഖറ വളരെ സാവകാശം, വറത്തിലുൽ ഖുർആന തർത്തീല എന്ന അള്ളാഹുവിന്റെ ആജ്ഞയാണല്ലോ. വളരെ സാവകാശം അർത്ഥം ചിന്തിച്ചുകൊണ്ടുള്ള ആ ഓത്ത് ഓതിക്കൊണ്ടിരിക്കുകയും റഹ്മത്തിന്റെ ആയത്ത് എത്തുമ്പോൾ റഹ്മത്തിനെ ചോദിക്കുകയും അദാബിനെ പറ്റി പറയുന്ന ആയത്ത് എത്തുമ്പോൾ അദാബിനെ തൊട്ട് കാവല് തേടുകയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദാബുകളൊക്കെ പാലിച്ചുകൊണ്ട് അൽ ബഖറ മുഴുവൻ ഓതി. അപ്പൊ സുജൂദ് റുക്കുവിലേക്ക് പോയില്ലെന്ന് മാത്രമല്ല, അതിനുശേഷം ആല ഇംറാൻ സൂറത്ത് ഓതി, അതിനുശേഷം സൂറത്തു നിസാ ഓതി, പിന്നീട് സൂറത്തു മാഇദ കൂടി ഓതി തീർത്തുകൊണ്ടാണ് റുക്കുവിൽ പോയത്. മണിക്കൂറുകൾ എത്രയായിട്ടുണ്ടാവുമെന്ന് നോക്കണം. നമ്മൾ ഈ ഒന്നും അറിയാത്ത ജാഹിലീങ്ങളായ നമ്മൾ ഓതിയാൽ തന്നെ ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും വേണ്ടി വരും. എങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തെർത്തീലായിക്കൊണ്ടുള്ള ആ ഓത്ത് ഇത്രയും ഓതണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. അതിന്റെ പുറമെ ഓത്ത് കഴിഞ്ഞ് റുക്കൂ ഏകദേശം ആ നിന്ന് അത്ര സമയം റുക്കൂയിലും, പിന്നീട് ഏകദേശം അതിനോട് അടുത്ത സമയം ഇഅ്തിദാലിലും, പിന്നീട് ഏകദേശം അത്ര തന്നെ സമയം സുജൂദിലും എടുത്ത് സുബ്ഹി ആകുന്നത് വരെ 2 റക്അത്ത് കൊണ്ട് ഒരു രാത്രി പൂർത്തിയാക്കി. ഇങ്ങനെയായിരുന്നു പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടുത്തെ വിത്തറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഉസല്ലി അർബഅൻ ഫലാ തസ്അൽ അൻ തൂലിഹിന്ന വഹുസ്നിഹിന്ന. ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നിസ്കരിക്കുന്ന വിത്തറിനെ കുറിച്ചും തഹജ്ജുദ് ആയിക്കൊണ്ട് അവിടെ നിന്ന് അനുഷ്ഠിക്കുന്ന വിത്തറിനെ കുറിച്ച് അന്വേഷിച്ചവരോട് മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് അങ്ങനെയാണല്ലോ, ഉസല്ലി അർബഅ, 4 റക്അത്ത് അങ്ങോട്ട് നിസ്കരിക്കും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെപ്പോലത്തെ നിസ്കാരല്ലേ. എന്താ നിസ്കാരം എന്നറിയോ? ഫലാ തസ്അൽ അൻ തൂലിഹിന്ന വഹുസ്നിഹിന്ന. അതിന്റെ ദൈർഘ്യവും അതിലുള്ള ഭംഗി നിറ അതിലുള്ള ഖുശൂഉം ഭയഭക്തിയും ചോദിക്കണ്ട, അത്രമാത്രം ദീർഘിപ്പിച്ച്. സുമ്മ യുസല്ലി അർബഅ, പിന്നെ 4 റക്അത്ത് നിസ്കരിക്കും. അപ്പോഴേക്കും രാത്രിയുടെ മണിക്കൂറുകൾ തന്നെ കടന്നുപോയിരിക്കും. അങ്ങനെ ദീർഘനേരം രാത്രി നിന്ന് നിസ്കരിച്ചുകൊണ്ട് അവിടത്തെ പാദം നീരുകിട്ട് വീർത്തപ്പോൾ ഒരിക്കൽ അവിടത്തോടുള്ള കാരുണ്യം കൊണ്ട്, സ്നേഹം കൊണ്ട് മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു പോയി, ഹബീബായ നബിയെ, എന്തിനാണ് അവിടത്തെ കാല് നീര് കെട്ടി വീർക്കുവോളമൊക്കെ ഇത്ര പ്രയാസപ്പെട്ട് നിൽക്കുന്നത്? തങ്ങള് അവലൈസല്ലാഹു ഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. ഹബീബായ നബിയെ, അങ്ങ് പാപമുക്തനായി അല്ലാഹു തആല ഇസ്മത്ത് തന്ന് പാപങ്ങളിൽ നിന്നൊക്കെയും വിശുദ്ധനാക്കിയ ആളല്ലേ, എന്തിനാണ് അങ്ങ് ഇത്രയൊക്കെ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, യാ ആയിഷ ഫലാ അകൂന അബ്ദൻ ശകൂറ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട ആയിഷ, അല്ലാഹു തആല എനിക്ക് ചെയ്തെന്ന വലിയൊരു അനുഗ്രഹമല്ലേ എനിക്ക് ഇസ്മത്ത് തന്ന് എന്റെ പാപങ്ങളിൽ നിന്നിട്ട് എന്നെ സുരക്ഷിതനാക്കി എന്നത്. അപ്പൊ അതിന് നന്ദി ചെയ്യേണ്ട മോളെ ഞാന് എന്ന് പറഞ്ഞെങ്കിൽ ആ ശുക്രനായി രാത്രികളുടെ മണിക്കൂറുകൾ നിന്ന് പുണ്യ നിസ്കാരമാവുന്ന ഇബാദത്ത് കൊണ്ട് രാത്രിയുടെ ഇരുൾമുട്ടിയ ഭാഗങ്ങളെ പ്രശോഭിതരാക്കിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹത്തായ സുന്നത്തിനോട് ഞാൻ നീതി കാണിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല.
അതുപോലെ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നർത്ഥം. അതാണ് ആ ദുൽമി ചെയ്തു എന്ന്. മാത്രമല്ല അവിടെ നിസ്കരിക്കുക മാത്രമല്ല ചെയ്തത്, വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവാ തഹ്തൽ ഹിജാറത്തി കശഹം മുത്രഫൽ ലദമി. വശദ്ദ, ആ ഹബീബ് എങ്ങനത്തെ ഹബീബാൻ? വലംതു സുന്നത്ത മൻ അഹ്യൽ വലാമ, രാത്രിയുടെ ഇരുട്ടുകളെ ഇബാദത്തിന്റെ വെളിച്ചം കൊണ്ട് സജീവമാക്കിയ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ഞാൻ ദുൽമ ചെയ്തു. എങ്ങനെയാണ് വലാമിനെ കാല് നീര് കെട്ടി വീർത്ത് ശിക്കായത്ത് പറയുന്നത് വരെയും നോമ്പ് നോറ്റുകൊണ്ടോ? അത് നേരത്തെ പറഞ്ഞേ, ലം സല്ലിസിവ ഫർദിൻ വലം മസൂമീൻ, ഞാൻ ഫർളല്ലാതെ അധികമായി നിസ്കരിക്കുകയോ ഫർളല്ലാതെ അധികമായി സുന്നത്ത് നോമ്പ് നോൽക്കുകയോ ചെയ്തിട്ടില്ല. എന്റെ ഹബീബാണെങ്കിലോ സുന്നത്ത് നിസ്കാരം കൊണ്ട് കാല് നീര് കെട്ടി വീർത്ത് പാദങ്ങൾ സങ്കടം പറയുന്നത് വരെ അവിടെ നിസ്കരിച്ചിരുന്നു. ആ സുന്നത്തിനോട് നീതി പുലർത്താൻ സാധുവായി എനിക്ക് കഴിഞ്ഞിട്ടില്ല. നോമ്പിന്റെ വിഷയത്തിലാണെങ്കിലോ വശദ്ദ, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചുകെട്ടി. എന്തിനെ? അഹ്ശാഅഹു എന്ന നേരെ വന്ന വശദ്ദ അഹ്ശാഅഹു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചുകെട്ടി. അഹ്ശാഅഹു, അവിടത്തെ കരളിന്റെ ഭാഗത്ത്, നെഞ്ഞിന്റെ ഉള്ളിലുള്ള വസ്തുവിനാണ് അഹ്ശാ എന്ന് പറയാ. നെഞ്ഞിന്റെ ഉള്ളില് എന്ന് പറഞ്ഞാല് പ്രധാനമായിട്ടുള്ള ഒന്ന് നമ്മുടെ ഹൃദയം തന്നെയാണ്. അതിന്റെ ഒരു ഭാഗത്ത് തന്നെയാണല്ലോ നമ്മളെ ഈ ലെൻസ്, ഈ പതിര് എന്ന് നമ്മൾ പറയുന്ന ആ സാധനം, അതൊക്കെ അഹ്ശായിൽ പെടും. അതായത് നെഞ്ഞിന്റെ ഉള്ളിലുള്ള, കാരണം അവിടെ ഈ ആമാശയം കാലിയായി കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള ആ ചൂട് ഹൃദയത്തിനെയും ഈ ശ്വാസകോശത്തെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കും. അങ്ങനെ ശരീരത്തിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന അവസ്ഥയാണ്. അതിനുവേണ്ടി അഹ്ശായിനെ വെച്ച് കെട്ടി. എന്തിനാൽ? മിൻ സഗബിൻ, കഠിനമായ വിശപ്പ് കാരണം, അസഹ്യമായ വിശപ്പ് കാരണം, വിശപ്പിന്റെ കാഠിന്യത്താൽ ആമാശയത്തിൽ ഒന്നുമില്ലാതെ കാലിയായി നിൽക്കുമ്പോൾ അതിൽ നിന്നിട്ട് ഉടലെടുക്കുന്ന ഒരു കടുത്ത ഉഷ്ണം, ആ ഉഷ്ണം കൊണ്ട് ശരീരം തളർന്നു പോവുകയും ചിലപ്പോൾ ബോധരഹിതരാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടി നല്ല കല്ലിന്റെ, പാറക്കല്ലിന്റെ കഷ്ണമെടുത്ത് വയറ്റത്ത് വെച്ച് നന്നായി കെട്ടിയാൽ ആ കല്ലിന്റെ ചെറിയൊരു തണുപ്പും ചെറിയൊരു ഭാരവും കിട്ടുമ്പം ഈ ആമാശയത്തിന്റെ ചൂടിന് അല്പം ഒരു ശമനം കിട്ടും. അങ്ങനെ വരുമ്പം ഈ ഹൃദയത്തിനും ശ്വാസകോശത്തിനും അതരാവയവങ്ങൾക്കും ഒക്കെ നേരിടുന്ന പ്രയാസത്തിന് അല്പം ഒരു ശമനം കിട്ടും. എങ്കിലും സഹിക്കവയ്യാത്ത കഠിനമായ വിശപ്പ് കാരണം കല്ലുകൾ വെച്ച് കെട്ടി അവിടത്തെ അന്തരാവയവങ്ങൾക്ക് അല്പം ഒരു തണുപ്പേകാൻ വേണ്ടിയിട്ട് അത്രമാത്രം വിശപ്പ് സഹിച്ചവരാണ്. മാത്രമല്ല വതവാ, അവിടുന്ന് ചുരുട്ടി വെക്കുക പോലും ചെയ്ത് തഹ്തൽ ഹിജാറത്തി, കല്ലിന്റെ കഷ്ണത്തിന് താഴെ, കശഹൻ, ഒരു വയറിനെ, എങ്ങനെയുള്ള വയറായിരുന്നു? മുത്രഫൽ അദമി, അതിന്റെ തോലുകൾ അങ്ങേയറ്റത്തെ പട്ടിനെ പോലും നാണിപ്പിക്കുന്ന മാർദ്ദവമായ, അങ്ങേയറ്റത്തെ പളപളപ്പുള്ള പട്ടിനെ പോലും നാണിപ്പിക്കുന്ന അങ്ങേയറ്റത്തെ മിനുസമുള്ള ആ തിരുശരീരത്തിലെ വയറ്റിന്റെ തോലുകൾ, ആ തോലുകളിൽ പരുവരുത്ത പാറക്കല്ലിന്റെ കഷ്ണങ്ങളിൽ വെച്ച് കെട്ടുമാർ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശപ്പ് സഹിച്ചുകൊണ്ട് തുടർച്ചയായി വിസാലിന്റെ നോമ്പ് നോറ്റിരുന്നു. വിസാലിന്റെ നോമ്പ് ഉമ്മത്തുകൾക്ക് പാടില്ല, വിരോധിക്കപ്പെട്ടതാ. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസാലിന്റെ നോമ്പ് വരെ പലപ്പോഴും നോറ്റിരുന്നു. വിസാലിന്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ സുബ്ഹി മുതൽ തുടങ്ങി മഗ്രിബ് വരെയാണല്ലോ നോമ്പിന്റെ സമയം. മഗ്രിബായാൽ നോമ്പ് തുറക്കുന്നതിന് പകരം രാത്രിയും നോമ്പുകാരനായി തുടരുകയും പിറ്റേ ദിവസം തുടർന്ന് വീണ്ടും നോമ്പെടുക്കുകയും അങ്ങനെ ഒരാഴ്ച വരെയൊക്കെ രാവും പകലും അന്നപാനാദികളൊന്നും ഉപയോഗിക്കാതെ തുടർച്ചയായി വിസാലിന്റെ നോമ്പ് നോൽക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവായിരുന്നു. സഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നോ എന്ന് നോക്കി നടക്കുന്ന സ്വഭാവമാണ് അവർക്ക്. കാരണം എന്താ? ഹബീബിനെ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും അവിടത്തെ പകർത്തുകയും ചെയ്യുക എന്നത് സ്വഹാബ കിറാമിന്റെ നിത്യ പതിവായിരുന്നു. അപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസാലിന്റെ നോമ്പ് നോൽക്കുന്നത് കണ്ടപ്പോ സ്വഹാബത്തിൽ പലരും
വിസാലിന്റെ നോമ്പ് നോൽക്കാൻ തുനിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അരുത്, നിങ്ങൾ വിസാലിന്റെ നോമ്പ് നോൽക്കരുത്. നിങ്ങൾ സുബഹി മുതൽ തുടങ്ങി മഗ്രിബ് വരെയുള്ള നോമ്പ് എടുത്താൽ മതി. മഗ്രിബായാൽ നിങ്ങൾ നോമ്പ് മുറിച്ചു കൊള്ളണം. അത്താഴത്തിന് വല്ലതും ചെറുതായെങ്കിലും വല്ലതും കഴിച്ചിരിക്കണം. ബാക്കിയുള്ള പകൽ സമയം മാത്രമേ നിങ്ങൾ നോമ്പ് നോൽക്കാവൂ എന്ന് പറയുമ്പോൾ സഹാബത്ത് അവിടത്തോട് ചോദിക്കുകയാണ്, ഇന്നക്കല തുവാസിലു യാ റസൂലല്ലാഹ്, ഹബീബായ തിരുദൂതരെ, അങ്ങ് അവിടെ നിന്നുണ്ടല്ലോ വിസാലിന്റെ നോമ്പെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പറയുകയാണ്, ഇന്നി ലസ്തു കഹൈഅതികും, മക്കളെ ഞാൻ നിങ്ങളെ പോലെയല്ല, നിങ്ങൾക്ക് എന്നെ പോലെ ആവാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട്? ഇന്നി അബീതു യുത്ഇമുനി റബ്ബി വയസ്ഖീനി, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആത്മീയമായ മഹത്തായ ചില അനുഭവങ്ങൾ തരുന്നുണ്ട്. ആ അനുഭവങ്ങളിലൂടെ അന്നപാനാദികളുടെ ആവശ്യമില്ലാത്ത ആത്മീയ അവസ്ഥ എനിക്ക് അല്ലാഹു തആല മുഅ്ജിസത്തായ നിലക്ക് നൽകുന്നുണ്ട്. നിങ്ങൾക്കതില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളോട് അത് താങ്ങാൻ കഴിയില്ല. നിങ്ങൾ കൽപ്പിച്ചതുപോലെ സുബഹി മുതൽ ഉറൂബ് വരെയുള്ള നോമ്പെടുത്താൽ മതി. വിസാലിന്റെ നോമ്പ് നിങ്ങൾ എടുക്കണ്ട. ഞാൻ നിങ്ങളെപ്പോലെയല്ല. എനിക്കുള്ള ഭക്ഷണം വെള്ളം തരുന്നുണ്ട് എന്നല്ല, അങ്ങനെയല്ല അർത്ഥം വെക്കുന്നത്. പിന്നെന്ത് നോമ്പ? ഭക്ഷണം വെള്ളം തരുന്നുണ്ട് എന്നല്ല, റബ്ബ് സുബ്ഹാനഹു വ തആലയുമായുള്ള സാമീപ്യം കാരണം അവൻ ആത്മീയമായി എനിക്ക് പ്രത്യേകമായിരിക്കുന്ന ചില ഖുവ്വത്തുകൾ നൽകുന്നുണ്ട്. ആ പ്രത്യേകമായ ആത്മീയ ഖുവ്വത്തിലൂടെ ഞാൻ എൻ്റെ ശരീരത്തിന്റെ അവശതകളും പ്രയാസങ്ങളുമെല്ലാം മറന്നു പോവുകയാണ്. എനിക്ക് വിശപ്പ് അല്ലെങ്കിൽ ദാഹം അതിലേക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത നിലക്ക് ആത്മീയമായി റബ്ബിൽ വിലയം പ്രാപിച്ചു. റബ്ബുമായുള്ള മുനാജാത്തിലും ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുശാഹദയിലും ഞാൻ വ്യാപൃതനാകുമ്പോൾ എനിക്ക് അന്നപാനാദികളുടെ ആവശ്യം ഉണ്ടായിരിക്കില്ല. ഞാനും നിങ്ങളും ഒരുപോലെയല്ല. ഞാൻ നിങ്ങളെപ്പോലെയല്ല. വിവരം കെട്ട മുബ്തദീങ്ങൾ പറയും പോലെ സാധാരണ മനുഷ്യനാണ് എന്നൊരിക്കലും നിങ്ങൾ വിചാരിച്ചു പോകരുത്. ഇന്നി ലസ്തു കഹൈഅതികും, നിങ്ങളെപ്പോലെയല്ല ഞാൻ. എല്ലാ അർത്ഥത്തിലും ഞാൻ വ്യത്യസ്തനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുശാഹദയും ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുമായി കൊണ്ടുള്ള മുനാജാത്തും അതിലൂടെ എനിക്ക് ലഭിക്കുന്ന ആത്മീയ അനുഭൂതിയിൽ അന്നപാനാദികളുടെ ആവശ്യമില്ലാത്ത ഒരു ആത്മീയ അവസ്ഥയിൽ ഞാനുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെപ്പോലെയല്ല വിസാലിന്റെ നോമ്പെടുക്കാം, നിങ്ങൾ അങ്ങനെ എടുക്കരുത് എന്ന്. അപ്പൊ പിന്നെ സംശയം, എങ്കിൽ പിന്നെ എന്തിനാണ് കല്ല് വെച്ച് കെട്ടിയതും അതുപോലെ തന്നെ വയറ് ചുരുട്ടിയതുമൊക്കെ എന്ന് ചോദിച്ചാൽ, ബാഹ്യമായി ശരീരത്തിന് ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ആത്മീയമായ രംഗത്ത് എനിക്കതൊന്നും അറിയില്ല. ആത്മീയ രംഗത്ത് റബ്ബുമായുള്ള മുനാജാത്തിന്റെ ആ ലദ്ദത്തിൽ ഞാനങ്ങ് വ്യാപൃതനായി കഴിഞ്ഞാൽ ബാഹ്യലോകത്ത് എന്തനുഭവിക്കുന്നുണ്ടെങ്കിലും അതെനിക്ക് ആത്മീയമായി ഒരു പ്രശ്നമേ അല്ല. എന്റെ മുന്നേറ്റത്തിന് അത് പ്രതിബന്ധമല്ല. എന്നാ ശരീരം ശരീരം തന്നെയല്ലേ? ആ ശരീരത്തിന് പറഞ്ഞേക്ക് ആമാശയത്തിൽ നിന്നുള്ള ഈ ഉഷ്ണത്തിന്റെ ആളിച്ചയും ചുരുണ്ടുകിടക്കുന്ന വയറ് ഒന്ന് മുറുക്കിക്കെട്ടാതിരുന്നാൽ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ചില തടസ്സങ്ങളും ഉണ്ടാവുന്നു. അതിനുവേണ്ടിയാണ് പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം സമുദായം തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഖന്തക്ക് സന്ദർഭം. ഖന്തക്കിൽ മദീന തണുപ്പ് കൊണ്ട് എരിപൊലി കൊള്ളുന്ന കാര്യം, കാരക്കയൊന്നും ഇല്ലാത്ത സമയം, സാമ്പത്തികമായി വലിയ ദാരിദ്ര്യം അനുഭവപ്പെടുന്നു. അതോടുകൂടി സഖ്യസൈന്യങ്ങൾ ഖുറൈശികളും ബനൂ ബക്കറുകാരും യഹൂദികളും എല്ലാവരും കൂടി 10,000 പടയാളികളോടുകൂടി മദീന ഷരീഫിനെ കടന്നാക്രമിക്കാൻ വരുന്നു എന്ന ഭീകരമായ വാർത്തയും കേട്ട് അടിയന്തരമായി ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യാലോചനാ സമിതി വിളിച്ച് മുഷാവറ ചെയ്യുകയും ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ വിവരണത്തിൽ നിന്ന് മദീനയിൽ ശത്രുക്കൾ കയറി വരുന്ന ആ ഭാഗം വലിയ കിടങ്ങുകുഴിച്ച് ശത്രുക്കളുടെ കുതിരകൾക്കും ഒട്ടകങ്ങൾക്കും ചാടിക്കടക്കാനോ ഇറങ്ങിക്കിടക്കാനോ പറ്റാത്ത നിലക്കുള്ള പ്രതിബന്ധമുള്ള വലിയ കിടങ്ങുകുഴിക്കാൻ അഭിപ്രായപ്പെടുകയും ചെയ്തപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തീരുമാനിച്ച് 1500 മീറ്റർ 1.5 കിലോമീറ്റർ കാരിരുമ്പ് പോലെയുള്ള പരുപരുത്ത പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ
1.5 കിലോമീറ്റർ 1500 മീറ്റർ നീളത്തിലും ഏകദേശം 40 മീറ്ററോളം അതല്ലെങ്കിൽ 20 മീറ്ററിലധികം വീതിയും 10 മീറ്ററിലധികം ആഴവുമുള്ള ഒരു ചരിത്രത്തിലെ തന്നെ ഒരു അത്ഭുതമായ കിടങ്ങ് കേവലം 10 ദിവസം കൊണ്ട് 1500 സഹാബത്ത് രാപ്പകലില്ലാതെ അഹോരാത്രം കഷ്ടപ്പെട്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിക്കാൻ സുഖമായി വെള്ളമില്ല, ആവശ്യത്തിന് ഭക്ഷിക്കാൻ ഭക്ഷണമില്ല. അതോടുകൂടി ശത്രുവിന്റെ ഭയം ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രതികൂല സാഹചര്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പട്ടിണിയും പരിവട്ടവുമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടി കിടങ്ങു കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വല്ലാത്ത പാറക്കൂട്ടം ഈ കുഴിക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട് 10 ആളുകൾക്ക് വീതം വെച്ചു കൊടുത്തിട്ടായിരുന്നു മത്സരിച്ച് കളക്കാൻ വേണ്ടി. മത്സരം നല്ല കാര്യത്തിൽ ആവാം എന്നാണത്. വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പരലോക നേട്ടം ലഭിക്കുന്ന, അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുന്ന കാര്യങ്ങളിൽ മത്സരിക്കുന്നവർ മത്സരിച്ചു കൊള്ളട്ടെ. അങ്ങനെ 30 ആളുകൾക്ക് 10 മീറ്റർ വീതം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീതിച്ചു കൊടുത്തു. അതിൽപ്പെട്ട ഒരു സംഘം ആളുകളുടെ 10 മീറ്ററിലാണ് ഏതായുധവും ഏൽക്കാത്ത, ഏതായുധം കൊണ്ടും കുഴിക്കാൻ കഴിയാത്ത ഒരു പാറ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ അവർ സങ്കടത്തോടു കൂടി വന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചിട്ട് പറയാണ്, ഹബീബായ നബിയെ, ഞങ്ങൾ കുഴിക്കുന്ന ഭാഗത്ത് ഒരു വല്ലാത്ത തരം പാറ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഒരായുധവും അതിനോട് ഏൽക്കുന്നില്ല, എന്ത് വേണം എന്ന് പറഞ്ഞപ്പോൾ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ളവരെ പോലെ പിക്കാസും അതുപോലെയുള്ള ആയുധങ്ങളും എടുത്ത് ഈ പാറക്കൂട്ടങ്ങൾ കിളച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസമായി ഒരു ഭക്ഷണം എന്ന് പറയുന്ന ഒരു സാധനം വയറ്റിലേക്ക് ചെന്നിട്ടില്ല. നമ്മൾ ആലോചിക്കണം, ഈ ദീനിനെ അവരൊക്കെ പടുത്തുയർത്താൻ വേണ്ടി ചെയ്ത സേവനം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദിവസം വരെ ഭക്ഷണം കഴിക്കാതെയാണ് ഈ പാറക്കൂട്ടങ്ങളോട് മല്ലിട്ടുകൊണ്ട് കിടങ്ങു കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടക്കാണ് തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ, സുഹൃത്തുക്കളുടെ, സ്വഹാബത്തിന്റെ പരിഭവമായി വരുന്നത്. അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത സ്ഥലത്തുള്ള ഈ പാറ പൊട്ടിക്കാൻ കഴിയുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻസിലു ഇൻഷാ അല്ലാഹ്, നിങ്ങൾ പേടിക്കേണ്ട മക്കളെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാം എന്ന് പറയുകയും അങ്ങോട്ട് ചെന്ന് അവരുടെ കയ്യിൽ നിന്നിട്ട് ഒരു പിക്കാസ് വാങ്ങി ഉയർത്തി ആഞ്ഞൊന്ന് കൊത്തി. ആ പിക്കാസ് 2 കൈകൾ കൊണ്ട് പിടിച്ച് ഉയർത്തുമ്പോൾ അവിടത്തെ കുപ്പായം മേപ്പോട്ടുയരുകയാണ്. ആ മേപ്പോട്ടുയർന്ന സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറ്റത്ത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കല്ല് അപ്പുറവും ഇപ്പുറവും വെച്ച് ഒരു തുണി കൊണ്ട് മുറുക്കി കെട്ടിയിരിക്കുന്നു. ഒരു കൊത്തുകൊത്തിയതോടുകൂടി എന്തോ ഒരു പ്രകാശധാര അടിച്ചു വീശി ഇടിമിന്ന് പോലെയുള്ള ഒരു പ്രകാശം. ഉച്ചത്തിൽ തക്ബീർ ചൊല്ലി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ, സഹാബത്തും തന്നെ അതിനെ ഏറ്റുകൊണ്ട് എല്ലാവരും ദിഗന്ധങ്ങൾ മുഴങ്ങുമാർ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി. രണ്ടാമത് വീണ്ടും അതേ രീതിയിൽ തന്നെ ഒന്നുകൂടി കൈ ഉയർത്തി ആഞ്ഞൊരു കൊത്ത് വീണ്ടും കൊത്തുമ്പോൾ നേരത്തേതിനേക്കാളും ശക്തിയായ ഒരു പ്രകാശം അടിച്ചു വീശുന്നു. അപ്പോഴും തക്ബീർ ചൊല്ലി, സ്വഹാബത്തും ഏറ്റു ചൊല്ലി. മൂന്നാമത് കൈ രണ്ടും നന്നായി ഉയർത്തി പൊക്കിക്കൊണ്ട് ആ പിക്കാസ് കൊണ്ട് ആ പാറയിൽ മൂന്നാമത്തെ കൊത്തുകൊത്തുന്നതോടുകൂടി ആ പ്രദേശം ആകെ വെളിച്ചം കാണുമാറുള്ള ഒരു വൻ പ്രകാശം കാണുകയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുകയും സഹാബാ കിറാമുകൾ ഏറ്റു ചൊല്ലുകയും ചെയ്തു. മൂന്നാമത്തെ കൊത്തോടുകൂടി കാറ്റിൽ പറന്നു പോകുന്ന മണൽ ധൂളികളെ പോലെ, ഇവിടെ ഉണ്ടല്ലോ കാറ്റിന് പറക്കുന്ന മണൽ, ആ നിലക്കുള്ള മണൽത്തരികളായി മാറി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല, അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ. 3 ദിവസമായിട്ട് ആ വയറ്റിലേക്ക് ഒരു ഭക്ഷണവും ചെന്നിട്ടില്ല. പാറക്കല്ല് 1 അല്ല 2 വെച്ച് മുറുക്കി കെട്ടിയിരിക്കുന്ന ആ പൂ പോലത്തെ പരിപാളമാർന്ന, പട്ടിനെ നാണിപ്പിക്കുന്ന
മാർദ്ദവമേറിയ ആ വയറ്റത്ത് പരുപരുത്ത പാറക്കല്ലിന്റെ കഷ്ണങ്ങൾ വെച്ച് തുണി കൊണ്ട് ഭദ്രമായി കെട്ടിയ ഈ കാഴ്ച കണ്ടപ്പോൾ അവിടത്തേക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഹബീബായ നബിയെ, എനിക്ക് അത്യാവശ്യമായി വീട് വരെ ഒന്ന് പോകണം, അവിടുന്ന് സമ്മതിക്കണം. അങ്ങനെ അദ്ദേഹത്തിന് സമ്മതം കൊടുത്തു. വീട്ടിൽ ഓടിച്ചെന്നിട്ട് പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. 3 ദിവസമായിട്ട് അവിടുന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ് എന്ന്. ഇവിടെ എന്താണ് ഭക്ഷണമായിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോ ഭാര്യ പറഞ്ഞു, അൽഹംദുലില്ലാ, ഒരു സായ് ഗോതമ്പുണ്ട് ഇവിടെ, അത് പൊടിച്ച് നമുക്ക് റൊട്ടിയാക്കാം. നമ്മുടെ വീട്ടിൽ പോയിട്ടൊന്ന് ചെറിയൊരു ആട്ടിൻകുട്ടിയുണ്ട്, അതിനെ അറക്കുകയും ചെയ്താല് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വേണമെങ്കിൽ 1 or 2 ആൾക്കും വയറ് നിറയില്ലെങ്കിലും അല്പം വിശപ്പടക്കാമല്ലോ. അത് കേട്ട വലിയൊരു നിധി പോലെയാണ് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായത്. അൽഹംദുലില്ലാഹ്, എന്റെ ഹബീബിന് വിശപ്പടക്കാമല്ലോ എന്ന നിലക്ക് ഭാര്യയോട് പറഞ്ഞു, എങ്കിൽ പ്രിയപ്പെട്ടവളെ, നീ എത്രയും പെട്ടെന്ന് ആ ഗോതമ്പ് പൊടിക്ക്, അപ്പോഴേക്ക് ഞാൻ ആടിനെ അറുത്ത് മാംസമാക്കി തരാം. അങ്ങനെ മഹാനവറുകൾ ആട്ടിനെ അറുത്ത് അതൊക്കെ മാംസം മുറിച്ച് ഒരു പാത്രത്തിലാക്കി ഭാര്യയെ ഏൽപ്പിച്ചു. അപ്പോഴേക്ക് ഭാര്യ ഗോതമ്പ് പൊടിച്ച് അത് കുഴച്ച് മാവാക്കി. പോകുമ്പോ തന്നെ ഭാര്യ പറഞ്ഞു, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ എത്തിയിട്ട് ഉള്ളത് പറയണം, നമ്മുടെ അടുക്കൽ ഇന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടെ സദ്യ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ 1500 ആളെയും ഒന്നിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ടിരും. മാനം കെടുക്കരുതേ, പെരക്കാർത്തേക്കാണല്ലോ മാനക്കേട് ഉണ്ടാകുക. അതുകൊണ്ട് പ്രത്യേകിച്ച് സ്വഹാബത്തിനെ കൊണ്ടുവന്ന് നിങ്ങൾ ഇന്നെ മാനം കെടുക്കരുത്, ഇവിടെ ഉള്ളത് ഇന്നതാണെന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞപ്പം വേഗം ഓടിപ്പോയി ജാബിർ റളിയല്ലാഹു തആല അൻഹു. ജാബിർ റളിയല്ലാഹു തആല അൻഹു അടുത്ത് ചെന്ന് സ്വകാര്യമായി പറഞ്ഞു, ഹബീബായ നബിയെ, ഒരു സ്വായ് ഗോതമ്പുണ്ട് വീട്ടിൽ, അത് പൊടിച്ച് കുഴച്ചു വെച്ചിരിക്കുകയാണ് ഭാര്യ, റൊട്ടി ഇടാൻ തുടങ്ങുകയാണ്. ഒരു ചെറിയ ആടുംകുട്ടി ഉണ്ട്, ഇനി അതിനെ ഞാൻ അറുത്ത് മാംസമാക്കിയാണ്, അതുകൊണ്ട് തങ്ങളൊന്നും എന്റെ കൂടെ വരി, ഇനി അത്യാവശ്യമെങ്കിൽ 1 or 2 ആളെ കൂട്ടിക്കോളി, അത്രേ സാധനം അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജാബിറെ, നിങ്ങൾ വേഗം പോയിക്കോളൂ, നിങ്ങൾ പോയിട്ട് റൊട്ടി ചുടണ്ട, തുടങ്ങണ്ട, മാവ് അവിടെ കുഴച്ച് നിൽക്കട്ടെ, ഞാനിവിടെ വരാം. അതുപോലെ തന്നെ മാംസം അടുപ്പത്ത് വെച്ചിട്ടുണ്ടാവും, എന്തായാലും താഴെ ഇറക്കി വെക്കണ്ട, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായി വിളിച്ചു പറഞ്ഞു, ഇന്ന ജാബിറൻ ഖദ് ഹയ്യ അസൂറൻ ഫഹയ്യ അലാ. നമ്മളെ പ്രിയപ്പെട്ട ജാബിർ ഒരു വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഖന്തക്ക് കിടക്കുന്ന 1500 സ്വഹാബികളെ വിശപ്പുകൊണ്ട് കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിയവരാണല്ലോ നിങ്ങൾ വരൂ, നല്ല സദ്യ ഉണ്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ. ജാബിർ റളിയല്ലാഹു അൻഹു നേരത്തെ തങ്ങൾ പറഞ്ഞതും കേട്ടിട്ട് ഓടിപ്പോയിട്ട് ഭാര്യയോട് പറഞ്ഞു, മോളെ, പ്രിയപ്പെട്ടവളെ, എല്ലാം കഴിഞ്ഞു, നമ്മൾ മാനം കെടാൻ പോവാണ്. എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റക്കല്ല വരുന്നത്, 1500 സഹാബികളെയും കൂട്ടിയിട്ടാണ് ഇത്രേ വരുന്നത്, എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാൻ. അപ്പൊ ഭാര്യ പറഞ്ഞു, അവര് വലിയ സിദ്ദീഖാത്തിൽപ്പെട്ടവരാ. ഭാര്യ ചോദിച്ചു, അല്ല, നിങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മുടെ അരികെ എന്തുണ്ട് എന്ന് പറഞ്ഞില്ലേ? ഓ, അത് ഞാൻ പറഞ്ഞിന്. ഒരു ഗോതമ്പ് പൊടിച്ച കുഴച്ച മാവും ഉണ്ട്, ഒരു ചെറിയ ആട്ടുംകുട്ടിന് അർത്ഥ മാംസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, അതിന് പിന്നെന്താ, നമുക്ക് പിന്നെ പേടിയെന്താ? ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരം, നമ്മക്കറിയില്ല, അള്ളാഹുവിന്റെ റസൂലിനറിയാം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 ആളെയും കൂട്ടി വരുന്നുണ്ടെങ്കിൽ അതിനെന്താണ് വഴിയെന്നും അവിടുന്ന് എനിക്കറിയാം, നമ്മളൊരു ബേജാറാകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇവർ സംസാരിച്ചിരിക്കുമ്പോഴേക്ക് സഹാബത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വരിയായി വരുന്നു. ഓടിച്ചെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും ബഹുമാനപൂർവ്വം സ്വീകരിച്ചു. നേരെ കയറി ചെന്ന തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഗോതമ്പ് മാവിലേക്ക് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീര് അതിലേക്ക് തുപ്പിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഒറ്റക്ക് റൊട്ടി ഉണ്ടാക്കിയാല് സമയം വല്ലാതെ ഇടും, അതുകൊണ്ട് അയലോക്കത്തുനിന്ന് ഒരു 1 or 2 ആളുകളെ സഹായത്തിന് കൂട്ടിക്കോ, എന്നിട്ട് നിങ്ങൾ റൊട്ടി ഇട്ടോളി എന്ന് പറഞ്ഞു. അതോടുകൂടി തന്നെ കറി വെന്ത് ഇരിക്കുന്ന ആ പാത്രത്തിന്റെ അടപ്പ് തുറന്നിട്ട് അതിലേക്കും തുപ്പി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കറിപ്പാത്രം കുടുക്ക താഴെ ഇറക്കി വെക്കണ്ട, അത് അടുപ്പിൽ തന്നെ ഇരിക്കട്ടെ,
ആവശ്യത്തിന് പാത്രത്തിൽ റൊട്ടി വേവുന്നതിനനുസരിച്ച് മുറിച്ചിട്ട് പാത്രത്തിലേക്ക് കറി അതിൽ കോഴി വയ്ക്കട്ടെ. അങ്ങനെ 10 ആളുകളെ വിളിച്ച് ഓരോ വട്ടമായി ഇരുന്ന് 1500 ആളും മതി വരുവോളം മാംസവും റൊട്ടിയും കഴിച്ചു. അപ്പോഴും മാംസം പഴയതുപോലെ തന്നെ ഒന്നും കുറവ് വന്നിട്ടില്ല, മാവ് പഴയതുപോലെ തന്നെ ഉണ്ട്, ഒന്നും കുറവ് വന്നിട്ടില്ല. അപ്പൊ പറഞ്ഞു മദീനത്ത് പൊതുവെ പട്ടിണിയാണല്ലോ, അയലോക്കത്തുള്ളവർക്കൊക്കെയും കൊടുക്കും. ഇങ്ങനെ അതൊരു സംഭവം. ഇതുപോലെ ഒരുപാട് സംഭവം ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ. അപ്പൊ നമുക്ക് സ്വാഭാവികമായ ഒരു സംശയം, ഇങ്ങനെ കഴിയുമെങ്കിൽ പിന്നെ എന്തിന് അവിടുന്ന് വിശപ്പ് സഹിക്കവയ്യാതെ ചുരുണ്ടിരുന്നുകൊണ്ട് നെഞ്ഞ് വള്ളയോട് അടുപ്പിച്ച് ചുരുണ്ടിരിക്കുകയും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടുകയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്തിരിക്കുന്നു? എപ്പോഴും വിശക്കും എങ്ങനെയാണ് മുജിസത്ത് കാട്ടിക്കൂടെ എന്നല്ല. പാവപ്പെട്ട എന്റെ ഉമ്മത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ഒരുപാട് പാവങ്ങളുണ്ടായിരിക്കുമെന്നും ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ക്ഷുത്തടക്കാൻ കഴിവില്ലാത്ത പട്ടിണിപ്പാവങ്ങളും അരപ്പട്ടിണിക്കാരും മുഴുപ്പട്ടിണിക്കാരും എല്ലാം ഈ ഉമ്മത്തിലുണ്ടാകും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താണ്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാതൃക തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ട് എന്നാണല്ലോ. എങ്കിൽ ഈ പട്ടിണി പാവങ്ങൾ ചിന്തിക്കും, പടച്ചോനെ അള്ളാന്റെ ഹബീബ് എത്ര വലിയ ആളായിരുന്നു, ആ ഹബീബിന് സുഖമായി സുഭിക്ഷമായി ജീവിതം മുഴുവനും കഴിഞ്ഞു നടക്കാൻ പറ്റിയല്ലോ, നമ്മൾ പട്ടിണി കിടന്നല്ലോ എന്ന് തോന്നണ്ട. മുഴുപ്പട്ടിണിക്കാരൻ ഈ ലോകത്തിന്റെ മാത്രമല്ല ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും സയ്യിദായ അഷ്റഫുൽ ഖൽഖായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ പട്ടിണി കൊണ്ട് നിവർന്നിരിക്കാൻ വയ്യാതെ ചുരുണ്ടിരിക്കുകയും ഒരു വേള എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി കല്ലിന്റെ കഷ്ണങ്ങൾ വയറ്റത്ത് വെച്ച് കെട്ടുക വരെ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ സഹിക്കുന്നതിൽ ഒരു പ്രശ്നമല്ല. അങ്ങനെ ഈ സമുദായത്തിൽ വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് മാതൃക കാണിക്കാനും അള്ളാഹുവിന്റെ പൊരുത്തം ദുനിയാവിന്റെ സുഖസൗകര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ച് ഒന്നുമല്ലെന്നും അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ സാമീപ്യവുമാണ് എന്റെ ലക്ഷ്യമെന്നും ഉമ്മത്തിന് കണ്ണിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നേരത്തെ വശപ്പടക്കാൻ പോലും കഴിയാതെ ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയുന്നത് കാണാം. ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പം ഭക്ഷണം ഒന്നും കഴിക്കാത്തതിന്റെ പേരിൽ നിവർന്ന് കിടക്കാൻ കഴിയാതെ ചുരുണ്ട് കൂടിയിട്ടായിരിക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്നത്. കാരണം കുടല് ശരീരത്തിലേക്ക് കൊണ്ട് ഒട്ടിയിട്ട് നിവർന്ന് കിടക്കാൻ പറ്റില്ല, അങ്ങനെ ചുരുണ്ട് കിടക്കും. അങ്ങനെയുള്ള തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാൽ രാവിലെ നോമ്പുകാരനായിരിക്കും. രാത്രി ഇങ്ങനെ ചുരുണ്ട് കിടന്ന വിശപ്പ് പട്ടിണിയും സഹിച്ച ആ ഹബീബ് അത്താഴം പോലും കഴിക്കാതെ പിറ്റേന്ന് നോമ്പ് എടുക്കും. ഈ നിലക്ക് വയറ് ചുരുട്ടി നെഞ്ഞിന്റെ മുകളിലുള്ള ഹൃദയത്തെയും ശ്വാസകോശത്തെയും വിഷമിപ്പിക്കുന്ന ചൂട് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലുള്ള ആന്തരാവയവങ്ങളെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് വയറ് ചുരുട്ടിക്കെട്ടുകയും കല്ല് വെച്ചുകൊണ്ട് അവിടത്തെ പട്ടിനെ പോലും നാണിപ്പിക്കുന്ന അങ്ങേ അറ്റത്തെ മാർദ്ദവമായ ആ ശരീരത്തിലെ വയറ്റത്ത് പാറക്കല്ലുകൾ വെച്ച് കെട്ടുക പോലും ചെയ്യുമാർ നോമ്പെടുത്തുകൊണ്ടും പട്ടിണി സഹിച്ചുകൊണ്ടും ജീവിച്ചു കാണിച്ചു തന്ന ഹബീബിന്റെ സുന്നത്താവുന്ന നോമ്പ് വർദ്ധിപ്പിക്കാനോ കാല് നേരുകെട്ടി വീർക്കുമാർ സുന്നത്ത് നിസ്കരിച്ച ആ ഹബീബിന്റെ സുന്നത്ത് നിസ്കാരം മാതൃകയാക്കുവാനോ കഴിയാതെ ആ ഹബീബിന്റെ സുന്നത്തിനോട് നീതി കാണിക്കാൻ പറ്റാതെ അനീതി സംഭവിച്ചവനാണ് ഈ സാധുവായ ഞാന്. ഇവിടെ സ്വയം ചെറുതാക്കി കാണിച്ചുകൊണ്ട് ഹബീബിന്റെ മഹത്വം പ്രകടിപ്പിക്കലിലൂടെ നേരിട്ട് വിഷയത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി ഒരു സംശയം ഉണ്ടോ? ആ സംശയത്തിന്റെ മറുപടിയൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വലിയ ഫക്കീറായിരുന്നു, അല്ലെങ്കിൽ വലിയ മിസ്കീനായിരുന്നു, അവിടുന്ന് ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ടവരായിരുന്നു എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. മറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് അവിടുന്ന് എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്താണോ താല്പര്യപ്പെടുന്നത് അതെല്ലാം അല്ലാഹു തആല കൊടുക്കാൻ തയ്യാറാണ്. എന്തിനേറെ ഈ ദുനിയാവിൽ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാവുന്ന ഖിബില, ആ ഖിബില വരെ ഹബീബിന്റെ തൃപ്തിക്ക് വേണ്ടി ആ തൃപ്തിപ്പെടുത്തോടത്തേക്ക് മാറ്റി കൊടുത്ത റബ്ബ് ആ ഹബീബിന് വിഷപ്പടക്കാനും
അതുപോലെ തന്നെ അവിടുത്തെ ശരീരം മറക്കാനുള്ള ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ അല്ലെങ്കിൽ ജീവിതമാർഗത്തിനോ എന്തെങ്കിലും പ്രയാസം കൊടുക്കുമെന്ന് നമ്മൾക്ക് ഊഹിക്കാൻ പോലും കാര്യമില്ല. മറിച്ച് ഈ ഉമ്മത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് മാതൃകയാകാനും അതോടുകൂടി റബ്ബിന്റെ പൊരുത്തത്തിന്റെ മാർഗത്തിൽ ഏത് ത്യാഗവും സന്തോഷകരമാണ് എന്ന് അനുഭവത്തിലൂടെ കാണിച്ചു കൊടുക്കാനും വേണ്ടി സ്വയം തെരഞ്ഞെടുത്തുകൊണ്ട് ചെയ്തതാണ്. അപ്പോ ദാരിദ്ര്യം കൊണ്ടല്ല എന്നത് വരുത്താൻ ഇൻഷാ അല്ലാഹ് 39ാമത്തെ വയത്ത് മുതൽ വരും. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ആ ഭാഗം നാളെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ മഹബത്തിലായി ജീവിച്ച് മരിക്കാനും കുറെയെങ്കിലും ആ ഹബീബിനോട് ഇത്തിബായി ചെയ്ത് നമ്മളും ആ ഹബീബിന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് എന്ന് അഭിമാനിക്കാൻ അർഹമായാർ അല്ലാഹു തആല നമുക്കൊക്കെ നല്ലതിന് തൗഫീഖ് ചെയ്ത് ആ ഹബീബിലേക്ക് അടുപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മൈക്ക് കൈമാറുകയാണ്. എന്തെങ്കിലും അത്യാവശ്യമായ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് സമയം അതുമായി മുന്നോട്ട് പോയി ഇൻഷാ അല്ലാഹ് അവസാനം ദുആ ചെയ്ത് പിരിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും ദുആ വസിയത്ത് ചെയ്തവരുടെയും എല്ലാ ഖൈറായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മൈക്ക് കൈമാറുന്നു ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഉസ്താദ് മൈക്കാരും എടുക്കാത്തോണ്ട് എടുത്താണ്. ഉസ്താദ് മുത്തറഫൽ അദമി എന്നതിന്റെ ലഫ്ള് അർത്ഥം ഒന്നുകൂടെ പറയണം ഉസ്താദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖന്തഖ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വയറിൽ കല്ല് വെച്ച് കെട്ടിയിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സ്വഹാബികൾ ഒരു കല്ലാണ് വെച്ച് കെട്ടിയതെങ്കിൽ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കല്ല് വെച്ച് കെട്ടിയിരുന്നു. ഈ കല്ലിന്റെയും വിഷത്തിന്റെയും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ കല്ലുകൊണ്ട് എന്താ അങ്ങനെ അതിനുള്ള ഹിക്മത്ത് എന്താണ് എന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരുന്നു. പിന്നെ 1 കല്ല് 2 കല്ല് അതിൽ ഉള്ള വർധനവിന്റെ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുകൂടി പറഞ്ഞാൽ നന്നായിരുന്നു. മൈക്ക് വിടുന്നു. മുത്തറഫൽ അദമ് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം വശദ്ദ വസ്തുൽ മുബാറക ബിൽ ഹജരി, ബർക്കത്താക്കപ്പെട്ട അവിടുത്തെ വയറിനെ കല്ലുകൊണ്ട് വെച്ച് കെട്ടി. അന്നായിമ ഉണ്ടോ മുത്തറഫൽ അദം എന്ന് പറഞ്ഞാൽ, മുത്തറഫ് പറഞ്ഞാൽ വളരെ ലോലമായ മിനുസമായ തോല്, അല്ല അതമ് പറഞ്ഞ തോല് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ട തൊലി പട്ടിനെ പോലും നാണിപ്പിക്കുന്ന അത്രയും മിനുസമുള്ളതും മാർദ്ദവുമേറിയതുമാണ്. അങ്ങനെ മിനുസമുള്ള മാർദ്ദവമേറിയ ആ വയറ്റത്തിന്റെ കല്ല് പരുപരുത്ത കല്ല് വെച്ച് കെട്ടിയിരുന്നു. അപ്പോ കഷ്ഹ് എന്ന് പറഞ്ഞ ഊര മുതൽ നെഞ്ഞിന്റെ ഇടയിലുള്ള ഈ സ്ഥലത്തിനാണ് കഷ്ഹ് എന്ന് പറയാം. അപ്പൊ അതായത് വയറ് എന്ന് പറയാം നമുക്ക്. ഈ വയറ്റിന്റെ തൊലി എങ്ങനെയുള്ള തൊലിയാണ്? മുത്തറഫൽ അദം എന്ന് പറഞ്ഞാൽ വളരെ മാർദ്ദവമായ പട്ടിനെ പോക്കോളും മിനുസമുള്ള തൊലിയുള്ള ആ വയറ്റത്ത് പരുപരുത്ത പാറക്കല്ല് വെച്ച് കെട്ടി. ആദ്യം ഒന്നാമത്തെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് അതിന് മറുപടി പറയുന്നതിന് മൈക്ക് കിട്ടാൻ ചില സമയത്ത് ഒരു പ്രയാസം. രണ്ടാമത് ചോദ്യം എന്താണ്? കല്ല് വെച്ച് കെട്ടിയത്. കല്ല് വെച്ചിട്ട് എന്ന് പറഞ്ഞാല് ഈ ആമാശയത്തിനൊരു പ്രകൃതി ഉണ്ട്. വയറ്റ് ഭക്ഷണമാണ് ചെന്നാൽ അതിങ്ങോട്ട് ചൂടാവും. ഈ ചൂടിലൂടെ ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ആവശ്യമായ അമ്ലങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് രണ്ടാമത് അരച്ച് പാകപ്പെടുത്തി അതിൽ നിന്നിട്ട് ശരീരത്തിന് ഉപയോഗപ്രദമായ വസ്തുക്കളെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യുകയും ചണ്ടി മലവും മൂത്രവും വിയർപ്പൊക്കെയായിട്ട് പുറത്തു തള്ളിക്കളയുകയും ചെയ്യും. അതേസമയത്ത് ഭക്ഷണമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഈ ഉഷ്ണം വർദ്ധിച്ചു വരികയും അതിലൂടെ ശരീരത്തിൽ സ്വയം നേരത്തെ ബഫർ സ്റ്റോക്കായി കരുതിയിരിക്കുന്ന ശരീരത്തിന്റെ കൊഴുപ്പിന്റെ അംശങ്ങളെ അത് ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ കൊഴുപ്പിന്റെ അംശം ദഹിച്ചു പോകുന്നതിനനുസരിച്ച് ശരീരത്തിന് ക്ഷീണവും അവശതയും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോ
ഈ ചൂടൊന്ന് കുറക്കാൻ, പാറക്കല്ലിന് പൊതുവെ തണുപ്പാണ്, പ്രകൃതിപരമായി തണുപ്പാണല്ലോ ആ സാധനത്തിന്. അത് വയറ്റത്ത് വെച്ച് കെട്ടുമ്പോൾ ഈ പാറക്കല്ലിന്റെ ചെറിയ തണുപ്പ് ഈ ആമാശയത്തിൽ നിന്നിട്ട് ഉടലെടുക്കുന്ന ഈ ഉഷ്ണത്തിന് ചെറിയൊരു ശാന്തി കിട്ടും. മനസ്സിലായില്ലേ? വിശപ്പടങ്ങൂലെങ്കിലും ഈ ഉഷ്ണത്തിന് ചെറിയൊരു ശാന്തി കിട്ടും. അതിലൂടെ ബഫർ സ്റ്റോക്കായി ശരീരം കരുതി വെക്കുന്ന കൊഴുപ്പ് അമിതമായി ഉപയോഗപ്പെട്ട് ദ്രവിച്ചു പോകാതെ ശരീരത്തിന്റെ ഊർജം സംരക്ഷിക്കാൻ ചെറിയൊരു സഹായം അതുകൊണ്ട് കിട്ടും. വിശപ്പടക്കുന്നത് പോലെയുള്ളതില്ലെങ്കിലും ഈ കല്ലിൽ നിന്നിട്ട് ലഭിക്കുന്ന തണുപ്പ് ഈ ഉഷ്ണത്തിന് ചെറിയൊരു പരിധിവരെ ശാന്തി വരികയും ശരീരത്തിന്റെ ക്ഷീണത്തിന് താൽക്കാലികമായ ശമനം ലഭിക്കുകയും ചെയ്യും. 1, 2 എന്നൊക്കെ പറയുന്നത് പിന്നെ പ്രയാസത്തിനനുസരിച്ചാണ്. ഒരു കല്ലിങ്ങനെ വെച്ച് കെട്ടിയാൽ, നടുവിൽ ഇങ്ങനെ വെച്ച് കെട്ടിയാൽ തൽക്കാല ആശ്വാസം കിട്ടും. അതൊഴിവാക്കിയിട്ട് ഇടതുവശത്തൊന്നും വലതുവശത്തൊന്നും 2 വശത്താക്കിയിട്ട് കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഒരു തുണി കൊണ്ട് കെട്ടുമ്പം ഒന്നുകൂടി നിവർന്നു നിൽക്കാനുള്ള ആശ്വാസം കിട്ടും. ഉള്ളിലെ തണുപ്പ് കിട്ടലൊരു ഉദ്ദേശമാണ്. അതോടുകൂടി ചുരുണ്ടു വരഞ്ഞ ഈ വയറ് കുടലുകൾ പരസ്പരം കോർത്തു വലിക്കുന്നത് പോലെയുള്ള പ്രയാസം ഉണ്ടാവും. അതിന് 2 പുറത്തും കരിങ്കല്ലിന്റെ ചെറിയ കഷ്ണങ്ങൾ വെച്ചിട്ട് നന്നായിട്ടൊരു തുണി കൊണ്ട് മുറുക്കി കെട്ടിയാൽ നിവർന്നു നിൽക്കാനുള്ള ചെറിയൊരു ആശ്വാസം കിട്ടും. അങ്ങനെ അത് ഒരിക്കലല്ല, പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തതായി. ഒരിക്കൽ സഹാബത്തിനോട് പള്ളിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും ഇങ്ങനെ ഉണ്ടായതായ സംഭവങ്ങൾ കാണാം. അവിടുത്തെ ശബ്ദം വല്ലാതെ നേർത്ത് കണ്ടപ്പോൾ സഹാബത്തിൽപ്പെട്ട ചില മഹാന്മാർക്ക് മനസ്സിലായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റത്തെ ക്ഷീണിതനാണ്, വിശപ്പ് കൊണ്ട് അസഹ്യമായ അവസ്ഥയിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുകയും അവർ സ്വയം പോയി വീട്ടിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ച് സൽക്കരിക്കുകയും ചെയ്ത സംഭവം വേറെയും കാണാം. അതുപോലെ തന്നെ ഒരിക്കൽ ആ സമയത്ത് പുറത്തിറങ്ങി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒക്കെ പുറത്തിറങ്ങി. കൂട്ടത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പുറത്തിറങ്ങി. ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ആ സമയത്ത് പുറത്തിറങ്ങിയത് എന്ന് ചോദിച്ചപ്പം കിടക്കാൻ പറ്റാത്ത നിലക്ക് അസഹ്യമായ വിശപ്പ് കൊണ്ട് വീട്ടിലിരിക്കാൻ കഴിയാഞ്ഞിട്ട് പുറത്തിറങ്ങിയതാണെന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് തന്നെ ഞാനും ഇറങ്ങിയത് എന്ന് പറയുകയും അങ്ങനെ ഈ 3 പേരും കൂടി ബഹുമാനപ്പെട്ട അൻസാരികളിൽപ്പെട്ട ഒരു മഹാനെ ഞാൻ ചരിത്രം പറയില്ല, എന്റെ വീട്ടിൽ ചെല്ലുകയും അവരെ സൽക്കരിക്കുകയൊക്കെ ചെയ്ത സംഭവം. സൽക്കാരം കഴിഞ്ഞ് അവസാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, വീട്ടിൽ കിടക്കാൻ പറ്റാതെ വിശപ്പുകൊണ്ട് അസ്വസ്ഥരായി പുറത്തിറങ്ങിയ നാം അൽഹംദുലില്ലാഹ് ഭക്ഷണവും വെള്ളവും ലഭിച്ച് നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം സുഖമായല്ലോ. ഈ നിഅമത്തിനെ പറ്റി സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അല്ലാഹു തആല ഈ ലോകത്ത് നമുക്ക് തന്ന നിഅമത്ത്, ആ നിഅമത്തിനെ സംബന്ധിച്ച് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ നമ്മൾ കിടക്കാനും ഇരിക്കാനും വയ്യാതെ ആ നിലക്ക് വിശപ്പ് കൊണ്ട് അസ്വസ്ഥരായി അസഹ്യമായ അവസ്ഥയിലാണല്ലോ പുറത്തിറങ്ങിയത്. ഒന്ന് വിശപ്പടക്കാൻ ഒരു നേരം ഭക്ഷണവും വെള്ളവും കിട്ടി, ഇതും അല്ലാഹു തആല ചോദിക്കുമോ? അഥവാ അല്ലാഹു ചെയ്തു തരുന്ന നിഅമത്തിന് യഥാവിധ ശുക്ർ ചെയ്തോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്നൊക്കെ പറഞ്ഞ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ ആയിരുന്നു. ഈ മദീനത്ത് എത്തുന്നതിന് മുമ്പ് ഷാബിലോ മരത്തിന്റെ ഇലയൊക്കെ പറിച്ചിട്ടല്ലേ ഭക്ഷിച്ചിരുന്നത്. ആട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും സലാമത്തിലാക്കി തരുമാറാകട്ടെ.